കൊച്ചിയിൽ നടിയെ ആക്രമിച്ച സംഭവം നിർണായകമായ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. കൃത്യത്തിന് ശേഷം പൾസർ സുനിയുടെ CCTV ദൃശ്യങ്ങൾ ഇതാ പുറത്തെത്തുന്നു. പീപ്പിൾ TV ബിഗ് ബ്രേക്കിംഗ്. ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം സിജു സുഗതൻ ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുന്നു. സിജു, കൃത്യത്തിന് ശേഷമുള്ളതാണോ പൾസർ സുനിയെ സംബന്ധിച്ചുള്ള ഈ CCTV ദൃശ്യങ്ങൾ? എന്തൊക്കെയാണെന്ന് വിശദീകരിക്കൂ. അജിംഷാദ്, വളരെ കൃത്യമാണ്. അതായത് ഈ കൃത്യം നടത്തിയതിനു ശേഷം, അതായത് നടിയെ ആക്രമിച്ചതിന് ശേഷം പൾസർ സുനി ഒരു എയ്സിന്റെ ഡെലിവറി വാനിൽ കയറി കൊച്ചിയിലെ ഒരു വീട്ടിലെത്തി മതിൽ ചാടിക്കിടന്ന വീട്ടിലേക്ക് കയറുന്നതും ഏറെക്കുറെ 20 മിനിറ്റോളം ആ വീട്ടിൽ നിന്നുള്ള ഒരാളുമായി സംസാരിച്ചതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഈ സ്ഥലത്തു നിന്നുള്ള തൊട്ടടുത്തുള്ള ഒരു വീട്ടിലെ CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് ഇത് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നിലവിൽ ആ കൃത്യം നടത്തിയതിനു ശേഷം ആ പൾസർ സുനി ഈ എയ്സിന്റെ ഡെലിവറി വാനിൽ മതിൽ ചാടിക്കടന്ന് ഈ വീട്ടിലുള്ള ആരോ ഒരാളുമായി സംസാരിച്ചതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. പക്ഷേ ഇത് സംസാരിച്ചതിന് ശേഷമാണ്, ഇങ്ങനെ കൊച്ചിയിലെ കേന്ദ്രത്തിലെത്തി സംസാരിച്ചതിന് ശേഷമാണ് പൾസർ സുനി പിന്നീട് അമ്പലപ്പുഴയിലേക്ക് പോയതെന്നാണ് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല, മറ്റു 2 പ്രതികളായ വിജേഷിനോടും മണികണ്ഠനോടും ആരോടാണ് ഇക്കാര്യം സംസാരിച്ചതെന്ന തരത്തിൽ ഒരു സൂചനയും സുനി നൽകിയിട്ടില്ല. പക്ഷേ ഏതായാലും ഈ കൃത്യവുമായി ബന്ധപ്പെട്ട്, നടിയെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് ഒരു ആസൂത്രകൻ ഉണ്ട് എന്ന തരത്തിൽ തന്നെയുള്ള കാര്യങ്ങളിലേക്ക് വിലയിരുത്തേണ്ടി വരും. ആ ആസൂത്രകനുമായി ആണ് ഒരു പക്ഷേ സുനി ഈ കൃത്യത്തിന് ശേഷം സംസാരിച്ച, അല്ലെങ്കിൽ എന്തിന് സുനി ഇവിടെ ചാടിയത് എന്നുള്ള ഒരു ചോദ്യം പോലീസിന് മുന്നിലേക്ക് വരുന്നുണ്ട്. അന്ന് തന്നെ, അതായത് ഈ വിജേഷിന്, അതായത് സംഭവം ഉണ്ടായതിന്റെ 3-ാം ദിവസമാണ് മണികണ്ഠനും വിജേഷും ഉൾപ്പെടെയുള്ള 2 പേർ പിടിയിലാകുന്നത്. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് പോലീസിന് ലഭിച്ച വിവരം പ്രകാരം ആരോ ഒരു ആസൂത്രകനുണ്ട്. അക്കാര്യം സുനി തന്നെ നടിയോട് അന്ന് ആക്രമിക്കുന്ന സമയത്ത് തന്നെ ആരുടെയോ കൊട്ടേഷൻ അനുസരിച്ചാണ് ഇത്തരത്തിൽ ആക്രമിച്ചതെന്ന് സുനി നടിയോട് പറയുകയുണ്ടായി. ഇതിനെല്ലാം കൂട്ടി വായിക്കുമ്പോൾ, നിലവിൽ ഈ ദൃശ്യങ്ങൾ കൂടി ചേർത്ത് വായിക്കുമ്പോൾ ആരോ ഒരു ആസൂത്രകൻ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുണ്ട്. ആ ആസൂത്രകനെ തന്നെയാണ് കൊച്ചിയിലെ ഈ വീട്ടിൽ ചെന്ന് കണ്ടതെന്നാണ് പറയാൻ കഴിയുന്നത്. ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങളിലൂടെ നൽകാൻ കഴിയുന്ന സൂചന ഇതാണ്. ഈ കൃത്യം നടത്തിയതിനു ശേഷം, നടിയെ ആക്രമിച്ചതിന് ശേഷം ഏകദേശം 20 മിനിറ്റോളം ഒരു കൊച്ചിയിലെ ഒരു കേന്ദ്രത്തിലെത്തി ഒരു വീടിന്റെ മതിൽ ചാടിക്കിടന്നത് എയ്സ് തോന്നിക്കുന്ന ഒരു എയ്സിന്റെ ഡെലിവറി വാനാണെന്ന് തോന്നുന്നു. അത്തരത്തിലൊരു വാനിൽ എത്തിയ ശേഷം മതിൽ ചാടിക്കിടന്ന് 20 മിനിറ്റോളം ആ വീട്ടിലെ ആളുമായി സംസാരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഏതായാലും പോലീസ് അന്വേഷണ സംഘത്തിന്റെയും അതോടൊപ്പം തന്നെ ആദ്യം മുതൽ തന്നെ പുറത്തു വരുന്ന വാർത്തകൾ ഇതാണ്. ആരോ ഒരാൾ നടിയെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ, നടിയെ ആക്രമിച്ചത് പിന്നിൽ ഒരു ആസൂത്രകനുണ്ട്. ആ ആസൂത്രകനുമായി സംസാരിക്കുകയാണ് ഇപ്പോൾ, അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അതിനുശേഷം വിജേഷിനോടും മണികണ്ഠനോട് പോലും സുനി ഇക്കാര്യം പറഞ്ഞിട്ടില്ല. വിജേഷും മണികണ്ഠനും പല ആവർത്തി ചോദിച്ചു ആരോടാണ് സംസാരിച്ചതെന്ന് ചോദിച്ചെങ്കിൽ പോലും സുനി ഇക്കാര്യത്തിൽ പറഞ്ഞിട്ടില്ല. ഏതായാലും ആസൂത്രകനുണ്ട് എന്ന തരത്തിലേക്കുള്ള സൂചനകളാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കൂടി തന്നെ ലഭിക്കുന്നത്. പക്ഷേ ഇത് സംബന്ധിച്ച് യഥാർത്ഥ ലൊക്കേഷൻ എവിടെയാണെന്നുള്ള, കൊച്ചിയാണെന്ന് കാര്യം വ്യക്തമായിട്ടുണ്ട്. പക്ഷേ ഏത് എക്സാക്ട് പ്ലേസ് ഏതാണെന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് ലഭിച്ചിട്ടില്ല. ഈ വീടിന്, അതായത് നിലവിൽ സംസാരിച്ചു എന്ന് പറയുന്ന ആ വീടും അതിന്റെ തൊട്ടടുത്തുള്ള ഒരു വീട്ടിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ഇതിൽ നിന്നാണ് ഈ സൂചനകൾ നമുക്ക് ലഭിക്കുന്നത്. ഏതായാലും ഈ കൃത്യം നടന്നതിന് ശേഷം എന്തിന് സുനി ഈ വീട്ടിലേക്ക് എത്തിച്ചേർന്നു, ആരോടാണ് സംസാരിച്ചതെന്ന തരത്തിലുള്ള അന്വേഷണമായിരിക്കാം ഒരുപക്ഷെ ഇപ്പോൾ പോലീസിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇക്കാര്യത്തെ സംബന്ധിച്ച്, ആരെയാണ് കണ്ടതെന്നുള്ളത് സംബന്ധിച്ച് സുനി ഒരു തരത്തിലുള്ള സൂചനയും കൂട്ടുപ്രതികളായ വിജീഷിനും മണികണ്ഠനും നൽകിയിട്ടില്ല. അക്കാര്യം, അതായത് ഈ കൊച്ചിയിലെ ഈ കേന്ദ്രത്തിലെത്തി ഈ പറയുന്ന വ്യക്തിയെ കണ്ടതിന് ശേഷമാണ് അമ്പലപ്പുഴയിലേക്ക് സുനി കടന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനുശേഷം ഇപ്പോൾ തന്നെ പോലീസ് കോയമ്പത്തൂരിലടക്കം വലവിരിച്ചിരിക്കുന്ന സാഹചര്യമാണുള്ളത്. സുനിയെ ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഈ ദൃശ്യസൂചനകളുടെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ അന്വേഷണത്തിന് വളരെ നിർണായകമായ, അല്ലെങ്കിൽ സുനിയിലേക്ക് പോലീസിന് എത്തിച്ചേരാൻ കഴിയുന്ന വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു പറയാം. കാരണം ഈ എക്സാക്ട് പ്ലേസ് എവിടെയാണ്, ആരോടാണ്, കാരണം വളരെ പോലീസിന് ഇത്തരത്തിൽ CCTV ദൃശ്യങ്ങൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ സ്ഥലം കണ്ടെത്താനും ആരാണ് സംസാരിച്ചതെന്ന് കണ്ടെത്താനും കഴിയും. അതിൽ നിന്ന് സുനിയിലേക്ക് എത്താൻ വളരെ ദൂരമില്ല. അന്വേഷണത്തിന്റെ വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് പറയാം. ഏതായാലും ഇപ്പോഴും നിലവിലും ഇന്ന് രാവിലെ തന്നെ മണികണ്ഠനും വിജേഷും പറഞ്ഞത് ഈ കൊട്ടേഷന് പിന്നിൽ ഒരു സ്ത്രീയാണ്, ഒരു സ്ത്രീ നൽകിയ കൊട്ടേഷന്റെ അടിസ്ഥാനത്തിലാണ് നടിയെ ആക്രമിച്ചതെന്നാണ് പറയുന്നത്. പക്ഷേ ഏതാണ് ആ സ്ത്രീ എന്ന തരത്തിലുള്ള ഒരു സൂചനയും പറഞ്ഞിട്ടില്ല. ഏതായാലും പോലീസിന് ഒരുപക്ഷെ അന്വേഷണത്തിന്റെ മറ്റൊരു ഘട്ടത്തിലേക്ക്, വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്ന തരത്തിലേക്ക്
വീട്ടിലേക്കുള്ള ഒരു ദൃശ്യങ്ങളാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഇതേ ദൃശ്യങ്ങൾ തന്നെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കൃത്യം നടത്തിയതിനു ശേഷം, നടിയെ ആക്രമിച്ചതിന് ശേഷം സുനിയും അതോടൊപ്പം തന്നെ വിജേഷും മണികണ്ഠനും ഉൾപ്പെടെയുള്ളവർ രക്ഷപ്പെടുന്നതിന് മുൻപായി ഏകദേശം കൊച്ചിയിലെ ഒരു വീട്ടിലെത്തി ഒരാളുമായി 20 മിനിറ്റോളം സുനി സംസാരിച്ചു. അതിനുശേഷം അമ്പലപ്പുഴയിലേക്ക് പോയി. പക്ഷെ ആരോടാണ് സംസാരിച്ചതെന്ന് സംബന്ധിച്ച് വിജേഷിനോടും മണികണ്ഠനോട് പോലും സുനി പറഞ്ഞിട്ടില്ല. ഏതായാലും ഈ വ്യക്തി ആരാണ്, ഇതിന് പിന്നെ ഒരു ആസൂത്രകനുണ്ട്, അത് സ്ത്രീയാണോ പുരുഷനാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉന്നതനാണോ എന്ന് സംബന്ധിച്ചുള്ള സൂചനകൾ പോലീസിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിലൂടെ തന്നെ വ്യക്തമായിരിക്കുന്നത്. ഏതായാലും ഈ സംഭവത്തിന് ശേഷം അമ്പലപ്പുഴയിലേക്ക് സുനി കടന്നിരിക്കുന്നു. അത് ഒരു പക്ഷേ ഈ സംഭവം നടന്നു എന്ന് പറയിക്കാനായിരിക്കാം, മറ്റെവിടെയെങ്കിലും ഒളിത്താവളം കണ്ടെത്തുന്നതിനുള്ള ഉപദേശം തേടിയതായിരിക്കാം. ഇത്തരം കാര്യങ്ങളിലേക്ക്, ഈ ഊഹങ്ങളിലേക്ക് വളരെ കൃത്യമായ യഥാർത്ഥ വിവരങ്ങൾ ഇനി പുറത്തു വരേണ്ടിയിരിക്കുന്നു. പക്ഷേ പോലീസിനെ സംബന്ധിച്ചും അന്വേഷണ സംഘത്തെ സംബന്ധിച്ചും വളരെ നിർണായകമായ ഒരു ദൃശ്യങ്ങളാണ് ഇപ്പോൾ പീപ്പിൾ TV പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. സുനി ഈ കൃത്യത്തിന് ശേഷം സുനിയുടേതായ ഒരു ഫോട്ടോ അല്ലാതെ മറ്റ് ദൃശ്യങ്ങളൊന്നും തന്നെ ഇതുവരെ ലഭിച്ചിട്ടില്ല. ആ സാഹചര്യത്തിൽ കൂടി ഇത് നിർണായകമാണ്. പോലീസിനെ സംബന്ധിച്ച് വളരെ നിർണായകമായ വിവരങ്ങൾ ഇത്. ഒന്ന്, ഈ സ്ഥലം എവിടെയാണ്, കൊച്ചിയിലെ ഈ സ്ഥലം എന്ന് എവിടെയാണെന്നത് സംബന്ധിച്ച് പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട്. ആരോടാണ് സംസാരിച്ചതെന്ന് സംബന്ധിച്ച് പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ചോദ്യം ചെയ്യലുകളിലേക്ക് നീങ്ങുമ്പോൾ ആരാണ് ഇതിന്റെ പിന്നിൽ, ഒരു ആസൂത്രകൻ ഉണ്ട് എന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ആസൂത്രകൻ ആര് എന്ന കാര്യത്തിൽ വളരെ വ്യക്തമായ ഉത്തരങ്ങൾ പോലീസിന് ലഭിക്കും. ഏതായാലും അമ്പലപ്പുഴയിലേക്ക് പോലീസ് ഇതിന് ശേഷം, കൃത്യം നടത്തിയതിനു ശേഷം ഇങ്ങനെ ചില കാര്യങ്ങൾ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. കൃത്യം നടത്തുന്നു, ആരുടെ നിർദ്ദേശപ്രകാരം സുനി കൃത്യം നടത്തുന്നു. അതിനുശേഷം കൃത്യം നടത്തിയതായ വിവരം കൊച്ചിയിലെ കേന്ദ്രത്തിൽ ഈ പറയുന്ന ആസൂത്രകൻ അല്ലെങ്കിൽ ആ ആളിനെ ധരിപ്പിക്കുന്നു. അതിനുശേഷം സുനി അമ്പലപ്പുഴയിലേക്ക് രക്ഷപ്പെടുന്നു. വിജേഷും മണികണ്ഠനും ഉൾപ്പെടെയുള്ള വിജേഷിനെയും മണികണ്ഠനെയും കോയമ്പത്തൂരിൽ നിന്ന് പിടികൂടുന്നു. വളരെ കൃത്യമായ ആസൂത്രണത്തോടു കൂടിയാണ് ഈ ആക്രമണം നടത്തിയതിനു ശേഷം ഇവർ എവിടേക്ക് പോകുന്നു എന്ന് സംബന്ധിച്ചും ഈ ആസൂത്രകന് എന്ന് പറയുന്ന ആൾക്ക് ഒരുപക്ഷെ വിവരം ലഭിച്ചിട്ടുണ്ടാകാം. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് വിജേഷിനെയും മണികണ്ഠനെയും പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ അന്വേഷണത്തിനെ വഴിതെറ്റിക്കുന്നതിനായി ആയാൽ പോലും വിജേഷും മണികണ്ഠനും ഇന്ന് നൽകിയ സൂചന, ഈ കൃത്യം നടത്തുന്നതിന് ഒരു കൊട്ടേഷൻ നൽകിയിരുന്നു. ആ കൊട്ടേഷൻ നൽകിയത് ഒരു സ്ത്രീയാണ്. അക്കാര്യം, അതായത് ഈ പോലീസിന് നൽകിയ മൊഴിയിൽ വിജേഷും മണികണ്ഠൻ പറഞ്ഞിരിക്കുന്നു ഒരു സ്ത്രീ നൽകിയ കൊട്ടേഷൻ അനുസരിച്ചാണ് സുനിയും താൻ ഉൾപ്പെടുന്ന സംഘം നടി ആക്രമിച്ചതെന്ന് പറഞ്ഞു. ഇക്കാര്യം തന്നെ, അതായത് പോലീസിന് നടി നൽകിയ മൊഴിയിലും ഇക്കാര്യം പറയുന്നുണ്ട്. അന്ന് സുനി മുഖംമൂടി ധരിച്ച ആദ്യമെത്തിയ സുനി നടിയോട് പറയുന്നു, ഇക്കാര്യം ഈ കൊട്ടേഷൻ നൽകിയത് മറ്റൊരാളാണ്, ആ കൊട്ടേഷൻ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടി ആക്രമിക്കുന്നത് നടിയോട് തന്നെ പറഞ്ഞു എന്നാണ് പറയുന്നത്. പക്ഷേ ആരുടെ കൊട്ടേഷൻ എന്നെ സംബന്ധിച്ചുള്ള സൂചനകൾ ലഭിച്ചില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്ന ഈ ദൃശ്യങ്ങൾ ഒരുപക്ഷെ അന്വേഷണത്തിലെ വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് എത്തിച്ചേർത്തിരിക്കുന്നു എന്ന് പറയാം. കൃത്യം നടത്തിയതിനു ശേഷം ആസൂത്രകൻ ഉണ്ട് എങ്കിൽ ആ ആസൂത്രകനെ തന്നെയാണ് സുനി കണ്ടത്. ആ കണ്ടതിന് ശേഷമാണ് അമ്പലപ്പുഴയിലേക്ക് സുനി പോവുകയും ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, വളരെ ഒരുപക്ഷെ ഒരു ഉന്നതനോ അല്ലെങ്കിൽ ഉന്നതയായതുകൊണ്ടായിരിക്കാം വിജേഷിനോടും മണികണ്ഠനോടും പോലും ഈ ആസൂത്രകൻ, അതോടൊപ്പം തന്നെ അതിന്റെ മുഖ്യ ഇംപ്ലിമെന്റിംഗ് നടത്തിയ ആൾ എന്ന് പറയുന്നത് സുനിയാണ്. ആ സുനി കൂട്ടുപ്രതികളോട് പോലും ആർക്ക് വേണ്ടിയാണ് കൊട്ടേഷൻ നടത്തിയെന്ന തരത്തിൽ സൂചനകൾ കൊടുത്തിട്ടില്ല. ഏതായാലും ആ ആളിനെ കണ്ടെത്തിയിരിക്കുന്നു. അതിലേക്ക് പോലീസിന് അന്വേഷണം എത്തിച്ചേരാൻ വളരെ നിർണായകമായ ഒരു തെളിവാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ആ വിവരങ്ങളാണ് ഇപ്പോൾ, അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പീപ്പിൾ TV പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. ആ ദൃശ്യങ്ങൾ, ഈ സൂചനകൾ നൽകുന്ന ഇതാണ്. കൃത്യം നടത്തിയതിനു ശേഷം ആ സുനി കൊച്ചിയിലെ ഒരു കേന്ദ്രത്തിലെത്തി ആരെയോ കണ്ടിരിക്കുന്നു. ആ കണ്ടതിന് ശേഷം 20 മിനിറ്റോളം അവിടെ കൂടിക്കാഴ്ച നടത്തുന്നു. അതിനുശേഷം ഒരു എയ്സിന്റെയോ മറ്റോ ഡെലിവറി വാനിൽ കയറി വീണ്ടും രക്ഷപ്പെടുന്നു. അവിടെ നിന്ന് അമ്പലപ്പുഴയിലേക്ക് എത്തുന്നു. ഇത്രയും വിവരങ്ങൾ, വളരെ കൃത്യമായ വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അജിംഷാദ്. തീർച്ചയായും ശ്രീ സിജു സുഗതൻ, അതായത് അമ്പലപ്പുഴയിൽ അൻവറിനെ കണ്ടു, അഭിഭാഷകനെ കണ്ടു. കൃത്യത്തിന് ശേഷം 2 കാര്യങ്ങളാണ് പൾസർ സുനിയുമായി ബന്ധപ്പെട്ട് പുറത്തെത്തിയിരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായ ഈ ദൃശ്യത്തിന്റെ പ്രസക്തി ഒരുപക്ഷെ കേസുമായി ബന്ധപ്പെട്ട്, അന്വേഷണവുമായി ബന്ധപ്പെട്ട് എങ്ങനെ സ്വാധീനിക്കാം? ഒന്ന്. രണ്ടാമത്തെ വിഷയം, ഇതുമായി ബന്ധപ്പെട്ട് ഒരു യുവതിയുടെ കൊട്ടേഷൻ ഉണ്ട് എന്ന് 2 തവണ ആവർത്തിച്ച് പൾസർ സുനി ഈ ക്രൂരകൃത്യം ചെയ്യുന്ന ഘട്ടങ്ങളിൽ പറഞ്ഞു എന്ന് നടിയുടെയും പിടികിട്ടിയ മണികണ്ഠന്റെയും മൊഴിയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതുമായി ഈ ദൃശ്യം കൂട്ടി വായിക്കുമ്പോൾ ആസൂത്രണമുണ്ട് ഇതിന്റെ പിന്നിൽ എന്നത് വ്യക്തമാകുന്നതാണോ ഈ ഘട്ടത്തിൽ? അജിംഷാദ്, ഇത് കൃത്യമായ ആസൂത്രണമുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. ആസൂത്രണം ചെയ്തവർക്ക് ഒരു പക്ഷേ മനസ്സിലാകാഞ്ഞ ഒരു കാര്യമാണ്, തൊട്ടടുത്ത വീട്ടിൽ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള CCTV ദൃശ്യങ്ങൾ പകർത്താൻ സാധ്യതയുണ്ടെന്നുള്ളത്. കാരണം ഈ കൃത്യം കഴിഞ്ഞതിന് ശേഷം എന്തിന് ഇവിടെ എത്തി എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അങ്ങനെ എത്തുന്നെങ്കിൽ സുനി ആരുടെ നിർദ്ദേശപ്രകാരമാണ് എത്തിയത്, അയാൾക്ക് കൃത്യം നടത്തിയെന്ന് പറയാനും അല്ലെങ്കിൽ തുടർന്നുള്ള കാര്യങ്ങൾ എങ്ങനെ എന്ന് പറയാനും വേണ്ടിയിട്ടായിരിക്കാം ഒരുപക്ഷെ ഈ വീട്ടിലെത്തിച്ചേർന്നുകയും സുനിൽ സംസാരിക്കുകയും ചെയ്തത്. ഏതായാലും വളരെ നിർണായക
നിർണായകമായ ഒരു അവസ്ഥയിലേക്ക് കേസിന്റെ നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് പറയാം. കാരണം ആസൂത്രകനുണ്ട്. ഒരുപക്ഷെ മണികണ്ഠനും വിദേശം അടക്കമുള്ളവർ കേസിനെ വഴിതെറ്റിക്കാനായിരിക്കാം ഒരുപക്ഷെ ആ യുവതി ആണ് കൊട്ടേഷൻ നൽകിയത്, പിന്നെ ഒരു സ്ത്രീ ഉണ്ട് എന്ന് പറയുന്നത്. പക്ഷേ ആരാണ് എന്നത് സംബന്ധിച്ച് വ്യക്തമായ സൂചന ലഭിക്കണമെങ്കിൽ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ആസൂത്രകൻ ആരെയാണ് കണ്ടത് എന്ന തരത്തിൽ ഏത് ലൊക്കേഷനിലാണ് കണ്ടത് എന്ന് പോലീസ് അന്വേഷണം നടത്തേണ്ടി വരും. അത് തീർച്ചയായും പോലീസിന്റെ ഭാഗത്തു നിന്നാണ് ഇത്തരം വിവരങ്ങൾ ലഭിക്കേണ്ടത്. അജിംഷാദ്. തീർച്ചയായും സിജു സുഗതൻ, വളരെ നിർണായകമായ ദൃശ്യങ്ങളാണ് പീപ്പിൾ ടിവിക്ക് ലഭിച്ചിരിക്കുന്നത്. കൃത്യം നടത്തിയതിനു ശേഷം പൾസർ സുനി വാഹനത്തിലെത്തുന്നതും ഒരു വീട്ടിലേക്ക് മതിൽ ചാടി പോകുന്നതും അതിനുശേഷം ബാഗുമായി തിരികെ എത്തുന്നതുമായ നിർണായകമായ ദൃശ്യങ്ങൾ. നടിയുടെയും മണികണ്ഠന്റെയും ഒക്കെ മൊഴി, പിടികിട്ടിയ പ്രതികളുടെയും ആക്രമണത്തിന് ഇരയായ നടിയുടെയും ഒക്കെ മൊഴികളുമായി കൂട്ടി വായിക്കുമ്പോൾ ചില പുതിയ നിർണായകമായ വഴിത്തിരിവിലേക്കാണ് ഈ ദൃശ്യങ്ങൾ എത്തിച്ചിരിക്കുന്നത് എന്ന് അസന്നിഗ്ധം തന്നെ പറയാം. അമ്പലപ്പുഴയിൽ അൻവറിനെ കണ്ടു എന്നും പിന്നീട് അഭിഭാഷകനെ കണ്ടു എന്ന രണ്ട് കാണലുകൾ മാത്രമാണ് കൃത്യത്തിനു ശേഷം അൻവർ പൾസർ സുനിയുമായി ബന്ധപ്പെട്ട് പുറത്തെത്തിയിരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കൂടിക്കാഴ്ച ആരെയോ കണ്ടിരിക്കുന്നു. മതിൽ ചാടിയുള്ള ഈ കൂടിക്കാഴ്ചയിലെ അനൗദ്യോഗിക സ്വഭാവം, തീർച്ചയായും അത് സംബന്ധിച്ചുള്ള നിഗൂഢത, ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കാവുന്ന ഒട്ടേറെ വഴിത്തിരിവുകൾ. ഇപ്പോൾ കേസിന്റെ ഏറ്റവും പുതിയ വിശദാംശങ്ങളുമായി സമീർ വാഴങ്ങോട് നമ്മുടെ പ്രതിനിധി കൂടി ചേരുകയാണ്. സുജു, സമീർ, അതായത് 6 ദിവസം പിന്നിട്ടിരിക്കുന്നു, മുഖ്യപ്രതിയെ പിടിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്ന വീഴ്ച അവിടെ നിലനിൽക്കുമ്പോൾ തന്നെ വളരെ സമഗ്രമായ പൂട്ട് ഈ പ്രതിക്ക് ചുറ്റും നിരത്തിയിരിക്കുന്നു പോലീസ് എന്ന് വേണം ഈ ദൃശ്യങ്ങൾ, പീപ്പിൾ ടിവി ഇപ്പോൾ പുറത്തുവിടുന്ന ദൃശ്യങ്ങൾ മുഖാന്തരം മനസ്സിലാക്കേണ്ടത്. എന്തൊക്കെയാണ് കേസിന്റെ ഏറ്റവും പുതിയ ഡെവലപ്മെന്റ്, സമീർ? അജിംഷാദ്, അന്വേഷണം വളരെ അതിന്റെ പ്രതിയിലേക്ക് എത്തുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും പ്രതി തമിഴ്നാട്ടിൽ ഒരു രഹസ്യ കേന്ദ്രത്തിലുണ്ട് എന്നാണ് പോലീസിന് ലഭിച്ചിരുന്ന വിവരം. ഇതേ സംബന്ധിച്ചായിരുന്നു പോലീസ് അവിടെ കൂടുതൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ നിയമിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പരിശോധന ശക്തമാക്കുന്നതും. എന്നാൽ പ്രതിയിലേക്ക് ഏറ്റവും അടുത്ത് എത്തുന്നു എന്നത് മനസ്സിലാക്കിക്കൊണ്ട് പ്രതി കോയമ്പത്തൂരിലെ ഒളിസങ്കേതത്തിൽ നിന്നും രക്ഷപ്പെടുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. ഇതുകൊണ്ട് തന്നെ ഇപ്പോൾ കോയമ്പത്തൂരിലും പരിസര പ്രദേശങ്ങളിലും ഒപ്പം ചെന്നൈയിലും പോലീസിന്റെ വിദഗ്ധ സംഘം തന്നെ അവിടെ പരിശോധന തുടരുകയാണ്. പ്രതിയിലേക്ക് കാര്യങ്ങൾ, അതായത് മുഖ്യപ്രതിയായിട്ടുള്ള പൾസർ സുനി പിടിക്കപ്പെടും എന്നുള്ള ഒരു സൂചന തന്നെയാണ് നമുക്ക് വൈകാതെ തന്നെ പിടിക്കപ്പെടും എന്നുള്ള ഒരു സൂചന തന്നെയാണ് പോലീസിൽ നമുക്ക് ലഭ്യമാവുന്നത്. അതേസമയം തന്നെ വളരെ നിർണായകമായിട്ടുള്ള ഒരു കാര്യം, ഈ സംഭവത്തിന് പിന്നിൽ ഒരു സ്ത്രീ പ്രവർത്തിച്ചിരിക്കുന്നു എന്നും സംഭവത്തിൽ ഒരു സ്ത്രീയുടെ കൊട്ടേഷന്റെ ഭാഗമായിട്ടാണ് സുനി വന്നത് എന്നുമുള്ള ഒരു സൂചന കൂടി മണികണ്ഠന്റെ മൊഴികളിൽ നിന്ന് വന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതേ സംഭവം ഈ നടി പോലീസിന് കൊടുത്ത മൊഴിയിലും സുനി തന്നോട് പറഞ്ഞത് ഒരു സ്ത്രീയുടെ കൊട്ടേഷനാണ് എന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിന്റെ പിന്നിൽ ഒരു കറുത്ത കൈ അല്ലെങ്കിൽ ഒരു സ്ത്രീ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയം കൂടി ജനിപ്പിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പോലീസ് ഈ മൊഴി പൂർണ്ണമായി മുഖവിലേക്ക് എടുക്കുന്നില്ല. ഇതിന്റെ അന്വേഷണം വഴി തിരിച്ചുവിടുന്നതിന് വേണ്ടിക്കൊണ്ട് സുനി തന്നെ അത്തരത്തിലുള്ള ഒരു നീക്കുപോക്ക് നടത്തിയതായിരുന്നോ, അത്തരത്തിൽ ഈ നടിയോടും അതോടൊപ്പം തന്നെ മണികണ്ഠൻ നൽകിയ ഈ മൊഴിയിലും ഉള്ള ഈ സ്ത്രീ ഇത്തരത്തിലുള്ള ഒരു യഥാർത്ഥ വസ്തുത ഉണ്ടോ അതല്ല. ആ ഘട്ടത്തിൽ നിന്ന് പോലീസിന്റെ ആ നിഗമനങ്ങളിൽ നിന്ന് മാറേണ്ടതാണോ ഇപ്പോൾ പീപ്പിൾ ടിവി പുറത്തുവെത്തുന്ന ദൃശ്യങ്ങൾ സൂചിപ്പിക്കേണ്ടത്? ഒരു പക്ഷേ ആ രീതിയിലേക്ക് കൂടി കാര്യങ്ങൾ വികസിക്കേണ്ടതുണ്ട്, അല്ലേ സമീർ? തീർച്ചയായും നമുക്കറിയാം പോലീസ് മണികണ്ഠന്റെ ഇപ്പോൾ നമ്മോടൊപ്പം പ്രശസ്ത ക്രിമിനോളജിസ്റ്റ് കൂടിയായ ജെയിംസ് വടക്കുംചേരി ചേരുകയാണ്. ശ്രീ ജെയിംസ് വടക്കുംചേരി, നിർണായകമായ ഒരു ദൃശ്യമാണ് ഇപ്പോൾ പീപ്പിൾ ടിവി പുറത്തുവിടുന്നത്. അതായത് കൃത്യം നടന്നതിന് ശേഷം ഈ പൾസർ സുനി എന്ന മുഖ്യപ്രതി ഒരു വീട്ടിലേക്ക് മതിൽ ചാടി പോകുന്നു, വാഹനത്തിലെത്തി. മറ്റ് കൂട്ടുപ്രതികളെ വാഹനത്തിൽ ഇരുത്തിയ ശേഷമാണ് ഈ പൾസർ സുനി എന്ന ആൾ മതിൽ ചാടി പോകുന്നത്. തിരിച്ച് 20 മിനിറ്റ് കഴിഞ്ഞ് വരുമ്പോൾ ഇയാളുടെ കയ്യിൽ ഒരു പൊതിയുണ്ട്. ഇതാണ് CCTVയിലെ മങ്ങിയ ദൃശ്യങ്ങൾ, ഞങ്ങൾക്ക് ലഭിച്ച ആ ദൃശ്യങ്ങൾ പുറത്തുവിടുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾക്ക് ഇതിൽ നിന്ന് അനുമാനിക്കാം? ഞാനും ടീംസ് മറ്റൊരു ചാനലിൽ കണ്ടു. ഞാൻ കൈരളിയിലല്ല കണ്ടത്, വേറൊരു ചാനലിൽ. അപ്പോൾ അത് തന്നെയാണ് കൈരളിയിൽ കാണിക്കുന്നതും. അപ്പോൾ അതിനകത്ത് ഞാൻ നോക്കിയപ്പോൾ ഒന്നും തിരിയാതെ ഒരു വാഹനം, ഒരു ടെമ്പോ പോലെയുള്ളതായ ഒരു വാഹനം ഒക്കെ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്നിട്ട് നിഴല് പോലെ ആരോ ഇറങ്ങി പോകുന്നതൊക്കെ അതിനകത്ത് കാണുന്നുണ്ട്. ഒന്നും വ്യക്തമല്ല. അതിൽ നിന്നും പോയി എന്ത് തീരുമാനം ഉണ്ടാക്കാനാണ്? ഇനി എന്ത് തീരുമാനം അതിൽ നിന്ന് കിട്ടിയാൽ പോലും നമുക്ക് ഇവിടെ വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നടിയെ ആക്രമിച്ചതിൽ ഈ നടി എന്ന് പറയുന്ന ഇരയും
ആക്രമിച്ചതായ ആളുകളും തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണ്, ആ വണ്ടിയിൽ എന്തെല്ലാം നമ്മൾ കാണുന്നുണ്ട്, എങ്ങനെയാണ് എന്നുള്ളത് കാണണം. ഇങ്ങനെ ഈ ഒരു വണ്ടി അതിൽ വന്ന് അങ്ങോട്ട് പോകുന്ന വ്യക്തമല്ലാത്ത ഒരു പിക്ചറിൽ നമുക്ക് കാര്യമായ പ്രയോജനമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതിൽ നിന്നിപ്പോ എന്ത് തെളിയിക്കാനാ പോകുന്നത്? ഗൂഢാലോചന ശ്രീ ജെയിംസ് വടക്കംചേരി ഇതൊക്കെ സംഭവിച്ചു പോയ കാര്യങ്ങളാണ്. ഒരുപക്ഷെ അതിൽ നിന്ന് ഓരോ ശകലങ്ങൾ തേടിയെടുക്കുക എന്നതാണ് അന്വേഷണത്തിന്റെ ഏറ്റവും വലിയ എഫർട്ട്. ഹെർക്കുലിയൻ ടാസ്ക് ആണത്. അത് താങ്കൾക്ക് അറിയാവുന്നത് കൂടിയാണ്. അതായത് ഇവിടെ നമ്മൾ ഈ ഘട്ടത്തിൽ പരിശോധിക്കപ്പെടേണ്ടത് ഇങ്ങനെയാണ്. ഒന്ന്, കൃത്യം നടത്തിയതിന് ശേഷമുള്ള ഫോറൻസിക് തെളിവുകൾ പരിശോധിക്കുന്നത്, വാഹനത്തിൽ നിന്ന് അതിന്റെ തെളിവുകൾ, മുടിയിഴകൾ അടക്കമുള്ള മറ്റ് കാര്യങ്ങളൊക്കെയും ശേഖരിച്ചു കഴിഞ്ഞു. ഒന്ന്. രണ്ട്, മൊഴികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ യാഥാർത്ഥ്യ വസ്തുതകൾ. മൊഴിയുമായി ബന്ധപ്പെട്ട് മണികണ്ഠൻ എന്ന പിടിക്കപ്പെട്ട പ്രതി, ഇനി 2 പ്രതികൾ മാത്രമേ കിട്ടാനുള്ളൂ. മുഖ്യപ്രതിയാണ് പൾസർ സുനി എന്നിരിക്കെ. പക്ഷേ ഈ മറ്റു പ്രതികളുടെ മൊഴി, ഈ സംഭവത്തിന് സാക്ഷി കൂടിയായ നടിയുടെ മൊഴി, ഈ മൊഴിയുമായി കൂട്ടി വായിക്കാവുന്ന ഒരുപാട് സംഭവ വികാസങ്ങൾക്ക് ഈ ദൃശ്യത്തിന് ബന്ധമുണ്ട്. ഇതൊരു പക്ഷേ അന്വേഷണത്തെ സ്വാധീനിച്ചേക്കില്ലേ ശ്രീ ജെയിംസ് വടക്കംചേരി? ആ ദൃശ്യത്തിൽ നിന്ന് ഞാൻ വളരെ നേരം ഈ ദൃശ്യം കണ്ടിട്ട് എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. അതായത് ഈ ദൃശ്യം എന്ന് പറഞ്ഞ് ഇപ്പൊ കാണിച്ചതായ സംഗതി വാഹനത്തിന്റെ നമ്പറത്തിലാണ്, വാഹന നിറം പോലും എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അതിൽ നിന്ന് നമുക്ക് CCTV കിട്ടിയതായിരിക്കാം, ചിലപ്പോൾ മാനിപ്പുലേറ്റഡ് ആയിരിക്കാം. ഞാൻ പറഞ്ഞത് അതിനകത്തുള്ളത് ആ മാനിപ്പുലേറ്റഡ് ആണോ, അത് ഇനിയിപ്പോ മാധ്യമക്കാരെ പറ്റിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണോ, ഇത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുള്ളതുകൊണ്ട് അല്ല ശ്രീ ജെയിംസ് വടക്കംചേരി. അതായത് CCTV ദൃശ്യം ആയതുകൊണ്ട് അത് ഒരുപക്ഷെ ഇത്ര വലിയൊരു പരിപ്രേക്ഷ്യത്തിൽ ഏറിയുമ്പോൾ ഒരുപക്ഷെ അതിന്റെ ക്ലാരിറ്റി കുറഞ്ഞിരിക്കാം. പക്ഷേ ഇതിന്റെ ഒറിജിനൽ സോഴ്സിൽ നിന്ന് എടുക്കുന്ന ഘട്ടത്തിൽ ഇതിന്റെ കൃത്യത ഒരുപക്ഷെ അളക്കാനാകും. അതിനുള്ള ശാസ്ത്രീയ മാർഗങ്ങൾ നമ്മുടെ പക്കലില്ലേ, പോലീസിന്റെ പക്കൽ? തീർച്ചയായിട്ടും അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ അക്കാര്യം നമുക്ക് ചർച്ച ചെയ്യാവുന്നല്ലാതെ ഇപ്പൊ കാണിക്കുന്നതായ ഈ ദൃശ്യത്തിൽ നിന്ന് നമുക്ക് ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ ദൃശ്യത്തിൽ നിന്ന് തന്നെ നമ്മള് ഈ അരിച്ച് പറക്കി നമ്മള് അവിടെ ആരെയും കണ്ടില്ല, അവിടെ അങ്ങോട്ട് പോയപ്പോ അത് എവിടേക്കാ പോയെന്ന് അറിയില്ല, തിരിച്ചു പോയപ്പോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളതായ എക്സ്പ്ലനേഷൻസ് ഒക്കെ മറ്റു ചാനലിൽ ഞാൻ കേട്ടു. ആ എക്സ്പ്ലനേഷൻസ് കൊണ്ട് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരാൻ നമുക്ക് പറ്റുന്നില്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതായത് നമുക്ക് ഇപ്പൊ അതിൽ നിന്ന് ഈ കൊടി സുനി എവിടെയാണ് എന്ന് ഇപ്പൊ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് ഈ കൊടി സുനിയെ കണ്ടെത്തുക എന്നുള്ളതാണ്. ഇത് പണ്ട് കുറച്ച് ദിവസം മുമ്പുണ്ടായ ഇത് വാർത്ത എന്ന ലെവലിൽ നല്ലതാണ്. പക്ഷെ ഇൻവെസ്റ്റിഗേഷൻ എത്രമാത്രം സഹായിക്കും എന്നുള്ളതിനെ പറ്റി എനിക്ക് ബലമായ സംശയമുണ്ട്. പക്ഷെ ആളുകൾക്ക് വാർത്താ പ്രാധാന്യമുണ്ട്, കാരണം ആളുകൾക്ക് അതൊക്കെ കേട്ടിരിക്കാനൊക്കെ സുഖമുണ്ട്. പക്ഷെ അതിൽ നിന്നും സുനിയിലേക്ക് പോകുന്നത് എങ്ങനെ? അതിൽ നിന്ന് ഇനിയിപ്പോ ഒറിജിനലായിട്ട് താങ്കൾ പറയുന്നത് പോലെ നമുക്ക് കണ്ടു കിട്ടിയാൽ തന്നെ ആ സംഭവത്തിൽ നിന്നും നമുക്ക് അയാൾ പോയി അതാണ് ശരിയാണ്, വസ്തുതാപരമായി തന്നെ അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. പക്ഷേ എങ്കിൽ പോലും നിർണായകമാണ് എന്ന് താങ്കളും അംഗീകരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ സംഭവ വികാസങ്ങൾ ഒരു പക്ഷേ കേസിന്റെ നിർണായകമായ ദിശയിലേക്ക്, സിജു സുഗതനിലേക്ക് തന്നെ എത്തില്ല. സിജു, ഇതുവഴി നമുക്ക് ബോധ്യമാകുന്ന ചില കാര്യങ്ങളുണ്ട്. 6 ദിവസം പിന്നിട്ടു, പക്ഷേ പ്രതിയെ പിടികിട്ടിയിട്ടില്ലായിരിക്കാം. പക്ഷേ പ്രതിയുമായി ബന്ധപ്പെട്ട നിർണായകമായ ദൃശ്യം കൃത്യത്തിന് ശേഷം ശ്രീ സിജു സുഗതനിലേക്ക് കൃത്യത്തിന് ശേഷമുള്ള ആ ദൃശ്യങ്ങൾ ഒരുപക്ഷെ പുറത്തെത്തുന്നത് വഴി നിർണായകമായ ചില കാര്യങ്ങൾ, ഒരുപക്ഷെ ഫിസിക്കലി ഈ പ്രതിയെ പിടിക്കാനായിട്ടില്ല എങ്കിൽ പോലും പ്രതിയെ പിടികിട്ടിയാൽ ഒരു പഴുതോടുകൂടി രക്ഷപ്പെടാനാകാത്ത വിധമുള്ള നിയമത്തിന്റെ പൂട്ട് കൃത്യമാക്കിയിരിക്കുന്നു, പഴുതുകൾ അടച്ചിരിക്കുന്നു, സമഗ്രമാക്കിയിരിക്കുന്നു പോലീസ് എന്ന സൂചന കൂടി ഈ ദൃശ്യങ്ങൾക്ക് പിന്നിലല്ലേ? അജിംഷാദ്, തീർച്ചയായും ഇത്തരത്തിൽ സാധാരണഗതിയിൽ പോലീസ് നടത്തുന്ന അന്വേഷണം എന്ന് പറഞ്ഞാൽ ഈ വ്യക്തി ആരൊക്കെയാണ് ബന്ധപ്പെട്ടത്, ഈ കൃത്യം നടന്നതിന് ശേഷം ആരൊക്കെ ഫോണിൽ ബന്ധപ്പെട്ടു, ഫോൺ കോളുകൾ പരിശോധിക്കുക, നേരിട്ട് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ദൃശ്യങ്ങൾ ലഭിക്കുക, അത്തരത്തിലേക്ക് അന്വേഷണം വഴിതിരിച്ചു വിടുന്ന ഒരു സൂചനകളാണ് ലഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ സുനിയുമായി ബന്ധപ്പെട്ട് വിശ്വാസ്യമായ നേരത്തെ 2 വിവരങ്ങളാണ് ലഭിച്ചിരുന്നത്. അതിൽ ഒന്ന്, സുനി അമ്പലപ്പുഴയിലെത്തി അമ്പലപ്പുഴക്കാരനായ അൻവറിനെ കണ്ടിരുന്നു എന്നുള്ളത് കാര്യമാണ്. 2, ഹൈക്കോടതിയിലെ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കായി അഡ്വക്കേറ്റിനെ കണ്ടു. ഈ 2 കാര്യങ്ങളിലാണ് സ്ഥിരീകരണം ഉണ്ടായിരുന്നത്. പക്ഷേ ഈ കേസിനെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നു. ഈ കൃത്യം നടത്തിയതിനു ശേഷം സുനി ആരെയെ കണ്ടു,
കണ്ടതിന് ശേഷം എയ്സ് ഡെലിവറി വാനിൽ കയറിയാണ് അമ്പലപ്പുഴയിലേക്ക് പോകുന്നത്. ഈ ദൃശ്യങ്ങൾ തന്നെയാണ് സ്വാഭാവികമായും പോലീസിന് അന്വേഷണത്തിൽ എത്തിച്ചേരാൻ വളരെ എളുപ്പകരമായ ചില മാർഗങ്ങളിൽ എത്തിച്ചേർന്നിരിക്കുന്നു. സുനി ആരെയാണ് കണ്ടത്, കൊച്ചിയിലെ ഏത് കേന്ദ്രത്തിലാണ് ഈ വ്യക്തിയെ കണ്ടത്, ആ സ്ഥലം എവിടെയാണ്, അയാളെ ചോദ്യം ചെയ്തു കഴിഞ്ഞതിലൂടെ അന്വേഷണം പുതിയൊരു ദിശയിലേക്ക് എത്തിച്ചേരും. ആദ്യം മുതൽ തന്നെ പ്രചരിച്ചിരുന്ന ഒരു കാര്യം, സുനി ആദ്യം ഈ കേസിന്റെ അന്വേഷണം വരുമ്പോൾ സുനിയെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് പോയിക്കൊണ്ടിരുന്നത്. സുനി പണം തട്ടിയെടുക്കുന്നതിന് ആദ്യം പുറത്തു വന്ന വാർത്തകൾ അത്തരത്തിലാണ്. 30 ലക്ഷം രൂപ തട്ടിയെടുക്കുന്നതിന് സുനിയും കൂട്ടുപ്രതികളും ചേർന്ന് നടത്തിയ ആസൂത്രണമാണ് എന്ന തരത്തിൽ വാർത്തകൾ വന്നു. തുടർച്ചയായിട്ടാണ് പിന്നീട് തുടർന്നുള്ള ദിവസങ്ങളിൽ വിജേഷിനെയും മണികണ്ഠനെയും ചോദ്യം ചെയ്യുന്നതിനാണ് പോലീസിന് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചത്. അതിൽ തന്നെ ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൃശ്യമനുസരിച്ച് വിജേഷിനോടും മണികണ്ഠനോടും പോലും പറയാതെ സുനി ഒരാളുമായി, ആസൂത്രകൻ എന്ന് പറയുന്ന ആളുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. അത് ആരാണെന്ന് കണ്ടെത്തേണ്ടത് ഇനി പോലീസിന്റെ ചുമതലയാണ്. ഒരു പക്ഷേ പോലീസ് കണ്ടെത്തിയിട്ടുണ്ടാകാം. അന്വേഷണത്തിന്റെ ഭാഗമായി മാധ്യമങ്ങൾക്ക് മുന്നിലോ മറ്റു കാര്യങ്ങളോ ഇത്തരം വിവരങ്ങൾ പുറത്തുവിടാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പക്ഷേ ഏതൊരാൾക്കും വളരെ ന്യായമായും വളരെ എളുപ്പത്തിന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. റിട്ടയർഡ് എസ് പി കൂടിയായ ശ്രീ ജോർജ് ജോസഫ് നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ജോർജ് ജോസഫ്, അതായത് നിർണായകമായ ഒരു ദൃശ്യമാണ് ഇപ്പോൾ പീപ്പിൾ TV പുറത്തുവിടുന്നത്. അതായത് പൾസർ സുനി കൃത്യത്തിന് ശേഷം ഒരിടത്തേക്ക് എത്തുന്നു. കൂട്ടുപ്രതികളെ ഒഴിവാക്കി അയാൾ മതിൽ ചാടി ഒരു വീട്ടിലേക്ക് പോകുന്നു. അതിനുശേഷം ഒരു ബാഗുമായി തിരിച്ചെത്തുന്നു. നിർണായകമായ വിവരങ്ങളല്ലേ? തീർച്ചയായിട്ടും നിർണായകമായ വിവരമാണ്. അത് ലൊക്കേഷൻ എവിടാണെന്ന് പോലീസ് കണ്ടുപിടിക്കണം. ആ വീട് ലൊക്കേറ്റ് ചെയ്യണം. ആ വീട് ഇനി അധികം ടൈം കൊടുക്കാതെ ആ വീട് ലൊക്കേറ്റ് ചെയ്ത് വീട് സെർച്ച് ചെയ്യണം. വീട് സെർച്ച് ചെയ്തിട്ട് ആ വീട് ആരാണ് അതിന്റെ ഉടമസ്ഥൻ, അത് ഈ കൊട്ടേഷൻ കൊടുത്ത ഒരാളാകാം, അവിടെ എന്തോ ഒരു സാധനം ഏൽപ്പിച്ച് മടങ്ങി പോകുന്നതായിട്ടാണ് തോന്നുന്നത്. എന്തായാലും അത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ദൃശ്യം തന്നെയാണ്. അപ്പൊ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും ഒരു മീനിങ് ഉണ്ടാവും, ഒരു അർത്ഥം ഉണ്ടാവും. അതുകൊണ്ട് ഇത് ലൊക്കേറ്റ് ചെയ്തിട്ട് ഈ വീട് ആരെയാണെന്ന് കണ്ടുപിടിക്കുന്നതാണ് അടുത്ത് നമുക്ക് ഏറ്റവും വലിയ ശ്രമകരമായ കാര്യം. അത് കണ്ടുപിടിച്ച കേസിന് കുറച്ചുകൂടെ പ്രോഗ്രസ് പെട്ടെന്ന് ഉണ്ടാവും എന്നാണ് എന്റെ അഭിപ്രായം. അതാണ് വളരെ പ്രമുഖവും പ്രമാദവുമായ പല കേസുകളും അന്വേഷിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിൽ കൂടി ചോദിക്കുകയാണ്. അതായത് പീപ്പിൾ TV തന്നെ നേരത്തെ ചില ശബ്ദശകലങ്ങൾ പുറത്തുവിട്ടിരുന്നു ശ്രീ ജോർജ് ജോസഫ്. അതായത് ഒരു വീട്ടമ്മയും പൾസർ സുനിയുടെ അടുപ്പക്കാരിയായ ഒരു പെൺകൂട്ടുകാരിയും തമ്മിൽ നടത്തുന്ന ഫോൺ സംഭാഷണത്തിന്റെ ശബ്ദശകലങ്ങൾ ഞങ്ങൾ പുറത്തുവിട്ടിരുന്നു. അതിൽ ആ വീട്ടമ്മയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് ചില നിഗൂഢതകളുണ്ട്. ഒപ്പം ആ കൂട്ടുകാരിയെ സംബന്ധിച്ച്, ആ കൂട്ടുകാരിയെ പോലീസിന് ഇപ്പോൾ പിടിക്കാനായിട്ടില്ല, ആ കൂട്ടുകാരി മുങ്ങിയിരിക്കുന്നു. ഈ ഘട്ടത്തിലാണ് ഈ വീട്ടിലേക്ക് മതിൽ ചാടിയെത്തിയത്. ഒരുപക്ഷെ അമ്പലപ്പുഴയിലെ അൻവറിനെയും അഭിഭാഷകനെയും മാത്രം കണ്ടിരുന്നു എന്നത് മാറി പുതിയ ചില സംഭവവികാസങ്ങൾ കൂടി ഈ ദൃശ്യത്തിൽ പുറത്തെത്തുകയാണ്. ശ്രീ ജോർജ് ജോസഫ്, ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ എനിക്കൊരു സംശയം വരുന്നുണ്ട്. ഈ അമ്പലപ്പുഴയിലെ അഭിഭാഷകനെ യഥാർത്ഥത്തില് പൾസർ സുനി പോയി കണ്ടിരുന്നോ? അങ്ങനെ സഞ്ചരിക്കാൻ പറ്റാ ബുദ്ധിമുട്ടാണത്. അപ്പൊ അത് ആ അഭിഭാഷകനെ ഏതായാലും കൂടുതൽ ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം ഇന്ന് വരെ ഇന്ത്യയിലെ ഒരു കൊട്ടേഷൻ സംഘാംഗവും അവർക്ക് എഗൻസ്റ്റ് ആയ തെളിവുകളൊന്നും കൊണ്ടുപോയി ഒരു വക്കീലിനെ ഏൽപ്പിക്കുമായിരിക്കും. കോടതി കൊണ്ട് സറണ്ടർ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അന്വേഷിച്ച ഒരു കേസുണ്ട്, ദാവീദ് ഇബ്രാഹിമിന്റെ ഒരു കേസ് ഉണ്ടായിരുന്നു. അയാളുടെ പാകിസ്ഥാൻ അബ്ദുൾ റഹീം ഒരു ഹംസ കൊല കേസ് മലബാറിൽ ഞാൻ അന്വേഷിച്ച കാസർഗോഡ്. അന്നേരം ആ കേസിനകത്ത് വെടിവെച്ച തോക്കും 4 പ്രതികളെയും അതിന്റെ 2 കാറുകളും ഇങ്ങോട്ട് തന്നു. അപ്പം തന്നെ നമുക്ക് സംശയമായി അവരല്ലായിരുന്നു എന്നുള്ളതായിരുന്നു അതിന്റെ പരമാർത്ഥം. അവര് 4 പേരെ വാടകയ്ക്ക് എടുത്തവരെയാണ് തന്നത്. അത് എവിഡൻസ് നശിപ്പിച്ച ഒരു കേസ് ഞാൻ എടുത്തു. അത് അങ്ങനെ തെറ്റിപ്പോയി. അത് പ്ലാൻ ചെയ്തവർക്ക് തെറ്റി, ആ പരിപാടി നടന്നില്ല. അങ്ങനെയാണ് ഒറിജിനലായ കൊട്ടേഷൻ സംഘത്തിലോട്ട് വന്ന് കിടക്കുന്നത്. അതായത് താങ്കൾ സൂചിപ്പിക്കുന്നത് ഇത്തരത്തിൽ അഭിഭാഷകന്റെ മൂവ്മെന്റ് പോലും ഒരുപക്ഷെ അന്വേഷണത്തെ വഴിതെറ്റിക്കാനാകാമെന്നതാണോ? ഉറപ്പ്. അഭിഭാഷകന്റെ എറണാകുളത്ത് നടന്നിട്ട് ഉടനെ ഈ അഭിഭാഷകന്റെ അവിടെ പോയി അഭിഭാഷകൻ ഏതായാലും സത്യം പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കണം നമുക്ക്. അദ്ദേഹത്തിന്റെ പ്രൊഫഷൻ ആണെങ്കിലും ശരി, കേസ് വഴിതെറ്റിച്ചു വിടാനായിട്ട് അദ്ദേഹത്തിന് പറ്റില്ല. അത് പറ്റില്ല. അദ്ദേഹം പ്രതിക്ക് വേണ്ടി ജാമ്യത്തിന് ഹാജരായിക്കോട്ടെ, അതിനൊന്നും തടസ്സമില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ വന്ന് കണ്ടിട്ട് വക്കാലത്ത് ഒപ്പിട്ട് തന്നിട്ടുണ്ടോ, അതോ വേറെ ആരെങ്കിലും വക്കാലത്തൊപ്പിട്ട് ഈ സാധനം അദ്ദേഹത്തിനെ ഏൽപ്പിച്ചു? ഈ ഒരു ക്ലാരിറ്റി വേണ്ടതാണ് പോലീസിന് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ.
അത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഘടകമാണ്. തീർച്ചയായും അത്തരത്തിലുള്ള ഉപദേശങ്ങളൊക്കെ ഈ ഘട്ടത്തിൽ മാധ്യമങ്ങളിലൂടെ പോലീസിന് നൽകാവുന്നതുമാണ് താങ്കൾക്ക്, ശ്രീ ജോർജ് ജോസഫ്. അതായത് ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തെത്തിയിരിക്കുന്നു. ഇനി നമുക്ക് ഈ വീട് ട്രേസ് ചെയ്യുന്നത്, ഈ വീട് എവിടെയാണ്? അത് അമ്പലപ്പുഴയിലല്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അൻവറിന്റെ വീട്ടിലല്ല. അഭിഭാഷകന്റെ വീട് അല്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അഭിഭാഷകന്റെ വീടല്ല. പിന്നെ മറ്റേത് സ്ഥലമാണ് പോലീസ് ഈ വീടുമായി ബന്ധപ്പെട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ദൃശ്യങ്ങൾ പ്രകാരം? അങ്ങനെയാണെങ്കിൽ ആ വീട്ടിലെത്തിയാൽ പിന്നീട് പോലീസ് എന്തൊക്കെയാണ് കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? ഒരുപക്ഷെ അന്വേഷണത്തെയും തേടുന്ന സഹായകമായ രീതിയിൽ എന്തൊക്കെയാണ് സാധാരണ രീതിയിൽ പോലീസ് ചെയ്യുക? അതിനകത്ത് നമുക്ക് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഏതെങ്കിലും ഒരു വളരെ പ്രധാനപ്പെട്ട ആ കുട്ടിയുടെ വിക്ടീമിന്റെ എടുത്ത ഒരു വീഡിയോ അല്ലെങ്കിൽ ഓഡിയോ വീഡിയോ അത് കൊണ്ടുപോയി കൺസീൽ ചെയ്തതാകാം. വളരെ ഇമ്പോർട്ടന്റ് ആയ കൺസീൽ ചെയ്ത ആ കൺസീൽ ചെയ്ത സാധനം കൊടുത്തെങ്കിൽ മാത്രമേ കൊട്ടേഷൻ എമൗണ്ട് കിട്ടുള്ളൂ. അപ്പൊ അതൊന്നെങ്കിൽ അങ്ങനെയാകാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ കൊട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കണ്ണിയാണത്. അപ്പൊ അതെന്തായാലും പോലീസ് സ്വല്പം ലേറ്റ് ആയാലും പോലീസ് ഇത്ര ഒരു വിവരം പീപ്പിൾ ടി വി വെളിയിൽ വിട്ടുകൊണ്ട് അത് പോലീസ് കണ്ടെത്തും. അത് പോലീസ് കണ്ടെത്തിയിരിക്കും. സ്വല്പം ഡിലേ വരുമെന്ന് മാത്രമേ ഉള്ളൂ. അത് കണ്ടെത്തി കഴിഞ്ഞാൽ അത് വളരെ നല്ലൊരു എവിഡൻസിലോട്ട് പോകുന്ന ഒരു കാര്യമാണ് തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ആ വെഹിക്കിൾകാരനെ അയാളെ അത്യന്താവശ്യമായിട്ട് ലൊക്കേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ചെയ്യണം. ആ ഒരു 2 സ്ത്രീകള് ഈ കൊട്ടേഷൻ സമയത്തെല്ലാം അയാൾ ഈ പൾസർ സനിയുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. അത് വളരെ വൈറ്റൽ ഒരു എവിഡൻസ് ആണത്. ആ രണ്ട് സ്ത്രീകളെ ഹലോ കേൾക്കാമോ? കേൾക്കാം ശ്രീ ജോർജ്. ആ 2 സ്ത്രീകളുടെയും ലൊക്കേറ്റ് ചെയ്തിട്ട് അവരെത്ര മൊബൈൽ ഉപയോഗിക്കുന്നുണ്ടോ അത്ര മൊബൈലിലെ കോൾ ഡീറ്റെയിൽസ് കഴിഞ്ഞ 3 മാസത്തെ എടുക്കണം. അത് കഴിഞ്ഞാൽ നമുക്ക് യഥാർത്ഥ കൊട്ടേഷൻ ആരാണെന്ന് നമുക്കിപ്പം പല സംശയങ്ങളൊക്കെ ഉള്ളൂ. പോലീസിന് ഈ പൾസർ സുനിയെ ഇനി കസ്റ്റഡി കിട്ടുമോ ഇല്ലയോ എന്ന് വരെ ഞാൻ സംശയിക്കുകയാണ്. കാരണം അയാൾ രാജ്യം വിടാൻ തന്നെ സാധ്യത ഉണ്ടെന്നാണോ താങ്കൾ സൂചിപ്പിച്ചത്? അതിപ്പം പറയുന്നില്ല. പക്ഷേ പൾസർ സുനിയെ കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് വരും. കാരണം കൊട്ടേഷൻ അത്ര ഹയർ ലെവലിലാണെങ്കിൽ അവർക്ക് പൾസർ സുനിയെ സറണ്ടർ ചെയ്യാൻ പറ്റില്ല ഇനി. അതാണ് എന്റെ നിഗമനം. പക്ഷേ ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ. ഈ ദൃശ്യങ്ങൾ ഇത്രയും വ്യക്തമായി നമുക്ക് ലഭിച്ച സാഹചര്യത്തിൽ കൂടി, അതായത് ഈ കൃത്യത്തിന് ശേഷം ഒരുപക്ഷെ ഏതെങ്കിലും ഒരു വീട്ടിൽ മതിൽ ചാടിയെത്തി തെളിവ് നശിപ്പിക്കാനുള്ള ഒരു ശ്രമം, ഉദാഹരണത്തിന് കൈകാലുകൾ കഴുകുക, വസ്ത്രം മാറുക, തിരിച്ചു വരുമ്പോൾ ഒരു പൊതിയുണ്ട്, അതിനുള്ള ശ്രമം ആണ് ഈ പൾസർ സുനി ചെയ്തതെങ്കിൽ കൂട്ടുപ്രതികളെയും കൂടി കൊണ്ടുപോകുമായിരുന്നല്ലോ. പക്ഷെ അങ്ങനെ ചെയ്തിട്ടില്ല. മതിൽ ചാടി അങ്ങനെ തെളിവ് നശിപ്പിക്കലിനുള്ള ഒരു ക്ലീനിങ് പ്രോസസ് ചെയ്യാൻ പൾസർ സുനി പോയതാകാമോ? അങ്ങനെ സാധ്യതയുണ്ട്? ഇല്ല, അതൊന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് വേറെ എന്തോ സാധനം കൺസീൽ ചെയ്തതാണ്. ഒന്നെങ്കിൽ ഇത് എടുത്ത പിക്ചറോ ഏതെങ്കിലും വീഡിയോ അവിടെ ഏൽപ്പിക്കുകയോ അല്ലെങ്കിൽ ഈ അത് ഏൽപ്പിച്ച ശേഷം അവർ എന്തെങ്കിലും കൊടുത്ത ക്യാഷോ എന്തോ ആകാം. ഏതായാലും പൾസർ സുനിയുടെ കൈ ക്യാഷ് ഇല്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല. ആ ഒരു പോലീസിന്റെ നിഗമനം തെറ്റ്. അല്ല സാർ, ചോദിച്ചോട്ടെ. അതായത് ഈ അമ്പലപ്പുഴയിൽ അൻവറിനെ പോയി കാണുകയും മാല പണയം വെച്ചിട്ടാണ് പണം കൈപ്പറ്റിയത്, അതിനുശേഷമാണ് പോയെന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ പണം കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ അയാൾ ചെയ്യേണ്ട കാര്യമുണ്ടോ? അതിനുശേഷം ഈ കൂട്ടുപ്രതികളുമായുള്ള തർക്കം പണം നൽകുന്നതുമായി ബന്ധപ്പെട്ട തർക്കമുണ്ടായി. ആ തർക്കത്തിന് ശേഷം ഉടക്കിട്ടാണ് ഇവർ പിണങ്ങി പിരിയുന്നത്, ഈ മണികണ്ഠൻ അടക്കമുള്ളവർ. അത് ഈ രംഗത്തുള്ളവർ ഒരു സ്ഥിരം തന്ത്രമാണ്. അത് പോലീസ് മനസ്സിലാക്കട്ടെ. ഇവര് തമ്മിൽ അങ്ങനെ ഒരു പിണക്കവും ഇല്ല, ഒരു ഇഷ്യൂ ഇല്ല. ഇതൊക്കെ പോലീസിനെ മിസ്ലീഡ് ചെയ്യാനുള്ള ഈ ക്രിമിനൽസിന്റെ പണ്ട് മുതലുള്ള തന്ത്രമാണ്. അതിനകത്ത് പോലീസ് ആ കഥയൊന്നും വിശ്വസിക്കാൻ ഒക്കില്ല. മണികണ്ഠനും മാർട്ടിനും മാർട്ടിന്റെ ആൾക്കാരാണ് ആ 2 പേര്, കണ്ണൂരുകാരനും ആലപ്പുഴക്കാരനും പ്രദീപും മറ്റേവരും. മറ്റേത് വിജീഷും മണികണ്ഠനും ഈ പൾസർ സുനിയുടെ ആളാണ്. അപ്പൊ അങ്ങനെയാണ് പോകുന്നത്. അതുകൊണ്ട് അവര് തമ്മിലുള്ള തർക്കമൊന്നും ഇവിടെ പറഞ്ഞ അത് വില പോവില്ല. അത് പോലീസിന്റെ അടുത്ത് വില പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ അടുത്ത് വില പോവില്ല ഉറപ്പ്. പക്ഷെ പോലീസിന്റെ അടുത്ത് വില പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ കഥകളൊക്കെ അവര് മെനഞ്ഞോട്ടെ. അല്ല, അതൊക്കെ ശരിയായ ദിശയിലായിരിക്കും. കാരണം താങ്കളെപ്പോലുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ തുടർച്ച തന്നെയാണല്ലോ ഇപ്പോഴത്തെ പോലീസും. ശ്രീ ജോർജ് ജോസഫ്, അതായത് ഈ നമുക്ക് കാണാവുന്ന ഈ പണത്തിന്റെ കാര്യം, അതായത് എന്തിനാണ് മതിൽ ചാടി? ആ ദൃശ്യത്തിൽ നോക്കൂ, അയാൾ ഒരു മറച്ചു വെച്ച വണ്ടിയിൽ എത്തുന്നു. ഏസറിനെയോ മറ്റെയോ പാഴ്സൽ സർവീസിനൊക്കെ രീതിയിൽ മറച്ച സംവിധാനമുള്ള ഒരു വണ്ടിയിലാണ് എത്തുന്നത്. അതിനുശേഷമാണ് ഈ മതിൽ ചാടുന്നത്.
മതിൽ ചാടിയ അയാൾ പിന്നീട് തിരിച്ചു വരുമ്പോൾ കയ്യിലൊരു പൊതി കാണാം, ഒരു മങ്ങിയ ദൃശ്യത്തിൽ ആ പൊതി കാണാം. അങ്ങനെയാണെങ്കിൽ ആ പൊതിയിൽ ഒരുപക്ഷെ താങ്കൾ പറഞ്ഞതുപോലെ ഈ ശേഖരിച്ച വീഡിയോ ദൃശ്യങ്ങളോ അല്ലെങ്കിൽ തെളിവുകളോ കൊടുത്ത് ക്യാഷ് വാങ്ങിയതാകാമോ? അങ്ങനെ ക്യാഷ് വാങ്ങിയെങ്കിൽ പിന്നെ എന്തിനാണ് അൻവറിന്റെ അടുത്ത് പോകുന്നത് ക്യാഷ് വാങ്ങാൻ? അതൊക്കെ കൂട്ടുപ്രതികൾക്ക് എന്നാന്നറിയാം, ഈ ഗുണ്ടകൾക്ക് ആകെ ഇതുപോലെയുള്ള കൊട്ടേഷൻകാർ ഇപ്പൊ 1 കോടി രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്ന ദാരിദ്ര്യമാണ് എന്റെ കയ്യിൽ, എടാ എനിക്ക് 2 ലക്ഷം കിട്ടിയിട്ടുള്ളൂ 2-നകത്ത് തീർക്കും. മുത്തൂറ്റിന്റെ അറിയാമല്ലോ എത്ര വലിയ കൊട്ടേഷൻ ആയിരുന്നു, 2 ലക്ഷം രൂപയ്ക്കാണ് കാര്യ സതീശ് ചെയ്തത്. അയാൾ ഇപ്പൊ നിരാശയിലാണെന്ന് അറിയുന്നത്, കാരണം ഇത്രയും വലിയൊരാളെ കൊന്നിട്ട് 2 കിട്ടിയുള്ളൂ എന്നാണ് അങ്ങനെ പറഞ്ഞത്, അങ്ങനെ പറയുന്നെന്നാ പറയുന്നത്. അപ്പൊ ഈ താഴെക്കടയിലുള്ളവർക്ക് ഒന്നും കിട്ടാൻ സാധ്യത കുറവ്, പിന്നെ രണ്ടാമത് പണം കൊടുക്കുന്ന വളരെ നെഗ്ലിജിബിൾ എമൗണ്ടേ കൊടുക്കുള്ളൂ. വലിയ കൊട്ടേഷൻകാരത് ഭൂരിപക്ഷം 90% അവരടിച്ചോണ്ട് പോകും. അപ്പൊ ഇതിനകത്ത് ഇനി വേറൊരു കാര്യമുണ്ട്, ഇത് വേറെ ഏതെങ്കിലും കള്ളന്മാരെ ചാടി പോയതും ആകാം, ഇതുവരെ തന്നെയാണോ അതുകൂടെ അതും ആയിക്കൂടെ? അത് ശരിയാണ്. അപ്പോ നമുക്ക് ഈ ദൃശ്യങ്ങൾ പ്രകാരം ഇതിന്റെ പിന്നിലൊരു ഗൂഢാലോചന ഉണ്ടെന്ന് ആലോചിക്കാവുന്നതാണ്. അതിനുള്ള ഒരു സബ്സ്റ്റാൻഷ്യൽ എവിഡൻസ് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ നിരീക്ഷിക്കാവുന്നതുമാണ്. പക്ഷേ ഒരു സാധ്യത കൂടിയില്ലേ, അതായത് മറ്റ് നാം കാണുകയും പറയപ്പെടുകയും ചെയ്യുന്ന ഒരു പ്രമുഖരുമില്ലാതെ ഈ പൾസർ സുനിയുമായി ബന്ധപ്പെട്ട ആ കൊട്ടേഷനുമായി ബന്ധപ്പെട്ട ചിലരുടെ ശൃംഖല മാത്രമാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്. ഇത്തരത്തിലൊരു നടിയെ ഇങ്ങനെ ചിത്രങ്ങൾ എടുത്ത് ബ്ലാക്ക്മെയിൽ ചെയ്താൽ പിന്നീട് പണം വർഷങ്ങളോളം ഇങ്ങനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് ഒഴുക്കിക്കൊണ്ടേയിരിക്കാം എന്ന ഒരു പരിമിതമായ ഗുണ്ടയുടെ ബുദ്ധി അതാകാം ഒരുപക്ഷെ പൾസർ സുനി ഇതിലേക്കൊക്കെ നയിച്ചത്. അങ്ങനെ ഉള്ളി തൊലിച്ചതുപോലെ ഒരു സംഭവം ആയിക്കൂടെ? അങ്ങനെ നിരീക്ഷിക്കാമോ? അതെന്തായാലും അതൊന്നും ഇപ്പൊ അത് എന്തായാലും ആ കുട്ടിയുടെ അടുത്ത് പറഞ്ഞല്ലോ, ഇത് ഫോട്ടോ എടുത്തെല്ലാം കഴിഞ്ഞപ്പം ആരെയോ ഫോൺ ചെയ്തുകൊണ്ട് ഈ ഇങ്ങനെ ഫോട്ടോ എല്ലാം എടുത്ത് ഇയാൾ ചിരിച്ചുകൊണ്ടിരുന്നെന്ന് ഒരു കൂട്ടുപ്രതി പറയുന്നുണ്ട്. അപ്പൊ ആരോ വെളിയിൽ ഒരാൾക്ക് ഇതിന് താല്പര്യം ഉണ്ടെന്ന് അതിന്റെ അർത്ഥം, വെളിയിലുള്ള ഒരാൾക്ക്. അത് ഇയാള് നേരത്തെ ഇനി ഒരു കാര്യം കൂടെ പോലീസ് ചെയ്യണമെന്നാ ഞാൻ പറയണം. നേരത്തെ സുരേഷ് കുമാറിന്റെ ഭാര്യ മേനകയെ നേരത്തെയുള്ള ആ 2010-ലോ 2011-ലോ അവിടെ എറണാകുളത്ത് നടന്ന ആ സംഭവത്തിന് ഒരു പെറ്റീഷൻ കൊടുത്തു. അതൊരു FIR ആയിട്ട് മാറട്ടെ, ഡിലേ ഉണ്ടെന്നല്ലേ ഉള്ളൂ. ഇപ്പോഴത്തെ അവസ്ഥയിൽ അതൊരു FIR കൂടെ എടുക്ക്. അത് പീപ്പിൾ ടിവിയിലൂടെയാണ് സുരേഷ് കുമാർ അങ്ങനെ പറഞ്ഞത്. അതൊരു പക്ഷേ പോലീസ് അതൊക്കെ ഇപ്പോൾ ചർച്ചയ്ക്ക് അവരുടെ അന്വേഷണത്തിലൊക്കെ എടുക്കുന്നുണ്ടാവും. ശ്രീ ജോർജ് ജോസഫ് പോകരുത്, ദയവായി നിൽക്കൂ. ഇപ്പോൾ നമ്മോടൊപ്പം സാലി മുഹമ്മദ് കൂടി ചേരുകയാണ് അവിടെ നിന്ന് തത്സമയം. സാലി, ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ട ഈ ദൃശ്യങ്ങളുമായി ബന്ധപ്പെട്ട ആ വീട് പോലീസ് ട്രേസ് ചെയ്തിട്ടുണ്ടോ? അത് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടോ? അവിടെയുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ട നീക്കങ്ങളിലേക്ക് പോലീസ് പോയിട്ടുണ്ടോ? അന്വേഷണത്തിന്റെ ഏറ്റവും പുതിയ വിശദാംശങ്ങളിലേക്ക് പോയാൽ സാലി. അജിംഷാദ്, തീർച്ചയായും 2 ദിവസം മുമ്പാണ് പോലീസ് ഈ ദൃശ്യങ്ങൾ ശേഖരിച്ചത്. ഈ കഴിഞ്ഞ 2 ദിവസങ്ങളായി ഈ വീടിന് ചുറ്റിപ്പറ്റി ഈ വീടിന് ചുറ്റുവട്ടത്തുള്ള പല ആളുകളിൽ നിന്നും പോലീസ് മൊഴി ശേഖരിച്ചിരുന്നു. അതിൽ ഈ മതിൽ ചാടിക്കടന്നു എന്ന ആ വീട്ടുടമയുടെ മകനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് 1 ദിവസം വെച്ച് വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്തു. പക്ഷേ ഒരു തരത്തിലും ഇയാളെ ഈ കേസുമായി ലിങ്ക് ചെയ്യാവുന്ന ഒരു തെളിവും പോലീസിന് ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെ അയാളെ വിട്ടയക്കുകയായിരുന്നു. പക്ഷേ മറ്റ് ചില സാധ്യതകളിലേക്ക് പോലീസ് നോക്കുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ ഈ ഒപ്പമുണ്ടായിരുന്ന മണികണ്ഠനെയും വിജീഷിനെയും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി സുനി ഇത്തരമൊരു നാടകം കളിച്ചതാവാം. പക്ഷേ 20 മിനിറ്റ് കഴിഞ്ഞാണ് തിരിച്ചു വന്നത്. ആ ദൃശ്യങ്ങളിൽ കൃത്യമായി കാണാം. കാരണം 12:29 കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയവും നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. ഏതാണ്ട് ഒരു 20 മിനിറ്റോളം ഈ വീടിനുള്ളിൽ, അല്ലെങ്കിൽ ഇയാൾ പോയ വഴി പോയതിന് ശേഷം തിരിച്ചു വരുന്നതിനിടെ 20 മിനിറ്റുകൾ ഉണ്ടായിരുന്നു. ആ 20 മിനിറ്റിനുള്ളിൽ എന്ത് സംഭവിച്ചു, ആരെയൊക്കെ കണ്ടു, ആരെങ്കിലും കണ്ടിരുന്നോ എന്നുള്ളതാണ് പ്രശ്നം. വെറുതെ ഇവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി 20 മിനിറ്റ് ഒരിടത്ത് പോയി ഒളിച്ചിരിക്കാൻ കഴിയില്ല. കാരണം ഒരു അത്യാവശ്യം ജനങ്ങളൊക്കെ താമസിക്കുന്ന ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. അവിടെ എവിടെയെങ്കിലും കയറി 20 മിനിറ്റ് ശ്രീ ജോർജ് ജോസഫ് കൂടി നമ്മോടൊപ്പം ഉണ്ട്. അതുകൊണ്ടാണ് ഒരു സംശയം തീർത്തു പോകാം. അതായത് നമ്മളിൽ കാണുന്ന ഈ ദൃശ്യം പ്രകാരമുള്ള വീട് പോലീസ് ട്രേസ് ചെയ്യുകയും അവിടുത്തെ പയ്യനെ ചോദ്യം ചെയ്യുകയും ചെയ്തു എന്നാണോ സാലി പറയുന്നത്? അജിംഷാദ്, തീർച്ചയായും ആ പരിസരത്തുള്ള പലരിൽ നിന്നും മൊഴിയെടുത്തു. ഈ സുനി പൾസർ സുനി എത്താൻ സാധ്യതയുണ്ടെന്ന്
കരുതുന്ന ആ വീടിൻ്റെ മതിൽ ചാടിക്കടന്ന് അപ്പുറം മറ്റൊരു റോഡിലേക്ക് ചാടിക്കിടക്കാം. അതിന് തൊട്ടപ്പുറത്ത് 2-3 ഫ്ലാറ്റുകളുണ്ട്. ആ ഫ്ലാറ്റുകളിലുള്ളവരും ആ പരിസരത്തുള്ളവരുമായി നിരവധി പേരിൽ നിന്ന് പോലീസ് മൊഴിയെടുത്തു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2 ദിവസം മുമ്പ് പോലീസ് ശേഖരിച്ച ഒരു ദൃശ്യമാണിത്. ഈ 2 ദിവസവും പ്രധാന പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഈ ദൃശ്യങ്ങളുടെ പിന്നാലെയായിരുന്നു. കാരണം ഏറ്റവും വലിയ വിവാദം ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായത് പൾസർ സുനിയോ ഏതെങ്കിലും കൊട്ടേഷൻ സംഘം മാത്രം നടത്തിയ ഒരു പ്രവർത്തനമല്ല. അതിന് പിന്നിൽ ആസൂത്രിതമായ നീക്കമുണ്ടായിരുന്നു, കൊട്ടേഷൻ ഉണ്ടായിരുന്നു എന്ന് നടിയുടെയും മണികണ്ഠന്റെയും മൊഴിയും കൂടി അതിന് പിൻബലമായുണ്ട്. സ്വാഭാവികമായും പോലീസ് ഒരു നിഗമനത്തിലെത്തിയത് ഇയാൾ ഈ മതിൽ ചാടിക്കടന്ന് പോയി കണ്ടത് ഇതിന്റെ ആസൂത്രകനെ ആയിരുന്നിരിക്കാം എന്നൊരു നിഗമനമാണ് പോലീസിനുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ നിർണായകമായ ഒരു ദൃശ്യം എന്ന നിലയ്ക്ക് തന്നെയാണ് പോലീസ് അന്വേഷിച്ചത്. പക്ഷേ ഈ അന്വേഷണം എത്തുമ്പോൾ ഒരിടത്തും എത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. കാരണം ഈ മതിൽ ചാടിക്കടന്ന വീട് പോലീസ് പരിശോധിച്ചു, വീടിന് ചോദ്യം ചെയ്തു. ഒപ്പം തന്നെ ഈ സമീപത്തെ ചില വീടുകളിൽ മറ്റൊരു മതിലും കൂടെ ചാടിക്കടന്നാൽ മറ്റു ചില വീടുകളിലേക്കും റെസിഡൻഷ്യൽ ഏരിയയിലേക്കും ഒരു ഇട റോഡിലേക്കുമാണ് എത്തുന്നത്. അതിനപ്പുറത്ത് 2-3 ഫ്ലാറ്റുകളുണ്ട്. ആ പ്രദേശം മുഴുവൻ, ആ പ്രദേശത്ത് ഏതാണ്ട് സ്ഥിരമായി താമസിച്ചു വരുന്ന പലരിൽ നിന്നും പോലീസ് ഇതിനകം തന്നെ മൊഴി ശേഖരിച്ചിട്ടുണ്ട്. പക്ഷേ അവരൊന്നും ഇയാളെ അറിയുകയോ ഇയാളുമായി ആ ദിവസം സംസാരിക്കുകയോ ഒന്നും ചെയ്തതായി പോലീസിന് ബോധ്യപ്പെട്ടില്ല. വിശ്വാസയോഗ്യമായ മൊഴികൾ തന്നെയാണ് പോലീസിന് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ പോലീസ് ഇക്കാര്യത്തിൽ ഇതുവരെ ലഭിച്ച ദൃശ്യങ്ങളിൽ നിൽക്കുകയാണ്. ഇനി ഈ സുനിയെ പിടിച്ചാൽ മാത്രമേ ഇയാൾ എന്തിന് ഇവിടെ പോയി അതാണ് സാലി. അതായത് ഇത് നിർണായകമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പീപ്പിൾ ടിവി പുറത്തുവിടുന്നത്. ആ ദൃശ്യങ്ങളിലേക്ക് തന്നെ പോകാം. അതായത് ഇത്തരത്തിൽ ഒരു വാഹനം ഒരു കൃത്യത്തിന് ശേഷം വളരെ അർജൻസി സ്വാഭാവികമായും ഗുണ്ടകൾക്കുണ്ടാകാം, ആ കൊട്ടേഷൻ സംഘങ്ങൾക്കുണ്ടാകാം. അതിനിടയിൽ എവിടെയോ നിർത്തി മതിൽ ചാടി ഒരിടത്തേക്ക് പോകുന്നു, കൂട്ടുപ്രതികളെ കൊണ്ടുപോകാതെ പൾസർ സുനി മാത്രം. അങ്ങനെ പോയിട്ടുണ്ട് എങ്കിൽ അത് നിർണായകമായ വഴിത്തിരിവാണ്. ആ വഴിത്തിരിവിന്റെ സൂചകങ്ങളായ ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മൾ പുറത്തുവിടുന്നത്. നോക്കൂ, നമുക്കറിയാവുന്ന 2 കാര്യങ്ങൾ മൊഴികളിൽ നിന്നും വാർത്തകളിൽ നിന്നും ശേഖരണങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് അമ്പലപ്പുഴയിലെ അൻവറിനെയും അഭിഭാഷകനെയും മാത്രമാണ് കണ്ടിരിക്കുന്നത്. പക്ഷെ അത് കൂടാതെ മറ്റൊരു കൂടിക്കാഴ്ച, മറ്റൊരു പോക്ക് ഒരു പക്ഷേ പൾസർ സുനി ചെയ്തിട്ടുണ്ട് എന്നാണ് ദൃശ്യങ്ങളാണ് സംസാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിലേക്ക് പോലീസിന് എത്താനാകുന്നില്ല എങ്കിൽ അത് ഗുരുതരമായ വീഴ്ചയല്ലേ? അജിംഷാദ്, ഒരു കൊടും ക്രിമിനൽ ഏതൊക്കെ നാടകം ഒരു കുറ്റകൃത്യം നടത്തിയതിനു ശേഷം പിന്നീട് ഉണ്ടായേക്കാം എന്ന് സംശയിക്കുന്ന ഒരു അന്വേഷണത്തെ തെറ്റിദ്ധരിപ്പിക്കാനും വഴിതിരിച്ചു വിടാനും ഒക്കെ ശ്രമിക്കും എന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അങ്ങനെ ഒരു സംശയം തന്നെ പോലീസിനുമുണ്ട്. പക്ഷെ പോലീസ് അത് വളരെ ലാഘവത്തോടെ കാണുന്നില്ല. വളരെ ഗൗരവത്തിൽ തന്നെയാണ് ഈ ദൃശ്യങ്ങളെ പോലീസ് സമീപിച്ചിരിക്കുന്നത്. ഈ പരിസരത്തുള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അമ്പലപ്പുഴയ്ക്ക് ഇയാൾ രക്ഷപ്പെടുന്നതിന് മുൻപ് ഈ പെട്ടി ഓട്ടോറിക്ഷയിൽ വന്ന് ഈ കൂട്ടുപ്രതികളെ പെട്ടി ഓട്ടോറിക്ഷയിൽ തന്നെ ഇരുത്തിയിട്ട് മതിൽ ചാടിക്കിടന്ന് ഉള്ളിൽ ചെന്ന് 20 മിനിറ്റ് ശേഷം തിരികെ വരുന്നു. പല തവണ തങ്ങൾ ചോദിച്ചു എന്നാണ് മണികണ്ഠൻ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ഇത് ആരെയാണ് കണ്ടതെന്ന് പലതവണ ചോദിച്ചിട്ടും ഇയാൾ വ്യക്തമായ മറുപടി പറഞ്ഞില്ല എന്നാണ്. ഏതായാലും ഇക്കാര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വലിയൊരു ആരോപണം ഇതിന് പിന്നിൽ മറ്റു ചില ശക്തികളുണ്ട് എന്നുള്ളതാണ്. ആ ആരോപണത്തെ സാധൂകരിക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടെയാണ് പോലീസ് ഇതിനെ കാണുന്നത്. പക്ഷേ പോലീസ് നേരിടുന്ന ഒരു പ്രതിസന്ധി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതാരെ കണ്ടു എന്ന് പൾസർ സുനി കൂട്ടുപ്രതികളോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ മണികണ്ഠനിൽ നിന്ന് ആരെ കണ്ടു എന്ന് പോലീസിന് ലഭിക്കുന്നില്ല. മറ്റൊരു സാധ്യത പോലീസ് പരിശോധിച്ചത് ഈ വീടിന്റെ ചുറ്റുവട്ടത്ത് താമസിക്കുന്ന മറ്റുള്ളവരിൽ നിന്നും അവരെ ചോദ്യം ചെയ്യുകയും അവരിൽ നിന്ന് മൊഴിയെടുക്കുകയും അവരെ ഫോളോ ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. അവരുടെ പലരുടെയും ഫോൺ രേഖകളൊക്കെ പോലീസ് 2 ദിവസം കൊണ്ട് ശേഖരിച്ച് പരിശോധിച്ചു എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ നമ്മോട് പറയുന്നത്. അതായത് വളരെ പഴുതടച്ചുള്ള ഒരു അന്വേഷണം തന്നെ പോലീസ് ഇക്കാര്യത്തിൽ നടത്തുന്നുണ്ട്. ഈ സുനി എവിടെ ചെന്നു എന്ന്, ആരെ കണ്ടു എന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ ഇനിയുള്ള അന്വേഷണത്തിൽ, ഈ ദൃശ്യങ്ങളെ പിൻപറ്റിയുള്ള അന്വേഷണത്തിൽ ഒരു മുന്നോട്ട് പോകാൻ പോലീസിന് കഴിയൂ എന്നുള്ളൊരു സ്ഥിതിയുണ്ട്. പക്ഷെ പോലീസ് വിട്ടിട്ടില്ല. ഈ കൃത്യമായി ശ്രീ ജോർജ് ജോസഫ് താങ്കൾ ലൈനിലുണ്ടെങ്കിൽ, ശ്രീ ജോർജ് ജോസഫ്, അതായത് പോലീസ് ഈ ദൃശ്യങ്ങൾ കൃത്യമായി പരിശോധിച്ചു, ദൃശ്യങ്ങളുമായി ബന്ധപ്പെട്ട വീട് ഐഡന്റിഫൈ ചെയ്തു. ആ സ്കെച്ച് പ്രകാരം പോലീസ് നടത്തിയ പല ചോദ്യം ചെയ്യലുകളിലും ഇതേ സംബന്ധിച്ച് എന്തിനാണ് എന്ന് ലഭിച്ചിട്ടില്ല. കൂട്ടുപ്രതികളെ ഉപേക്ഷിച്ചിട്ടാണ് പൾസർ സുനിൽ അത്തരത്തിൽ മതിൽ ചാടി പോയിരിക്കുന്നത്.
കൂട്ടുപ്രതികളോട് പറഞ്ഞിട്ടുമില്ല. കൂട്ടുപ്രതികളെ ഒക്കെ ബിജേഷിനെയും പൾസറിനെയും മാത്രമാണ് ഇനി കിട്ടാനുള്ളത്. ബാക്കിയുള്ള പ്രതികളെ ഒന്നും ചോദ്യം ചെയ്താലും ഈ കാര്യങ്ങൾ കിട്ടില്ല. കാരണം അവരോട് പൾസർ സുനി ഇത് ക്യാരി ചെയ്തിട്ടില്ല, ഇത് പാസ് ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് നിർണായകമായ വലിയൊരു ടാസ്ക് ആണല്ലോ പോലീസിന്റെ തലയിലെത്തിയിരിക്കുന്നത്. പോലീസിന് ഇതേ സംബന്ധിച്ച് എങ്ങനെ ചെയ്യാനാകും? പൾസർ സുനിയെ കിട്ടാതെ മറ്റൊരു മാർഗവുമില്ല. അത് ഇപ്പം എനിക്ക് ഏതായാലും സാലി പറഞ്ഞ നിഗമനത്തോടാണ് എനിക്ക് പോകാൻ കാരണം. നല്ല കൊടും ഭീകരനായ ക്രിമിനലായ കൊട്ടേഷൻകാര് സാധാരണഗതിയിൽ ആ ഓപ്പറേറ്റ് ചെയ്യുന്ന യഥാർത്ഥത്തിൽ കൊട്ടേഷൻ കിട്ടിയവൻ അവനെ സഹായിക്കുന്നവരടുത്ത് കാര്യങ്ങളൊന്നും പറയാറില്ല. ഇത് അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടും ഉള്ള ഒരു സാധനമായിരിക്കും. പക്ഷെ ആ അർജൻസിയിൽ അതാണ് എന്റെ സംശയം. ശ്രീ ജോർജ് ജോസഫ്, ക്രിമിനലുകളുടെ സൈക്കോളജി താങ്കൾക്ക് നല്ലോണം അറിയാം. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, അതിന്റെ സൈക്കോളജി എങ്ങനെയാണ്? അതായത് ഒരു കൃത്യം ചെയ്തതിനു ശേഷം പെട്ടെന്ന് രക്ഷപ്പെടുക എന്നതാണ്. ആ അർജൻസിയിൽ, ആ വെപ്രാളത്തിൽ ഇത്തരത്തിലൊരു കാൽക്കുലേഷൻ വളരെ സമചിത്തതയോടുകൂടി ക്രിമിനലിന് ചെയ്യാനാകുമോ? അങ്ങനെ ചെയ്തിട്ടുണ്ടോ മുൻ ക്രിമിനലുകൾ? അല്ല, ഇതിനകത്ത് ഇപ്പം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കും. നമ്മള് ഈ ഇപ്പം കിട്ടിയിരിക്കുന്ന ക്രിമിനലല്ല, ഈ ക്രിമിനലിന്റെ റേറ്റ് നോക്കിയാല് കേരളത്തിലെ നല്ല ക്രിമിനൽ റേറ്റിംഗിൽ വരുന്ന ഒരാൾ തന്നെയാണ് പൾസർ സുനി. 2010 മേനക ഇതുപോലെ സമാനമായ രീതിയിൽ ഒരു ആക്രമണം നടത്തിയിട്ട് വെളിച്ചത്ത് വന്നില്ല. അതുകൊണ്ട് നല്ല സമചിത്തതയോടുകൂടി തന്നെയാണ് ഇയാൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇയാൾക്കറിയാം ആരും ഇയാളെ തൊടാൻ പോകുന്നില്ലെന്ന്. അയാൾ പോലീസിനെക്കാളും എത്രയോ പോലീസിനെ കണ്ടിരിക്കുന്നു. പോലീസിന്റെ അന്വേഷണ രീതികളൊക്കെ അയാൾക്ക് അറിയാം. ഇവിടെ ഇയാളുടെ കൂടെയുള്ളവരെ സാലി പറഞ്ഞ പോലെ തന്നെയാണ് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം 20 മിനിറ്റ് കഴിയും. ഇല്ലെങ്കിൽ ആ പരിസരത്ത് എവിടെയെങ്കിലും ഒരു കോൺടാക്ട് ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ ഇയാൾക്ക് വിശ്വാസമുള്ള സ്ഥലത്ത് എന്തെങ്കിലും കൺസീൽ ചെയ്യാൻ കൊണ്ട് വെച്ചിരിക്കണം. പക്ഷേ സാലി പറഞ്ഞതിനാണ് കൂടുതൽ സാധ്യത. ഇത് എന്നെങ്കിലും വെളി വന്നു കഴിഞ്ഞാൽ ഇത് ഇവരെ തെറ്റിദ്ധരിപ്പിക്കാനും അങ്ങനെ വേണ്ടിയിട്ടുള്ള ഒരു പടം. ഇങ്ങനെ ഒത്തിരി നാടകങ്ങൾ ഇവർ കളിച്ചിട്ട് ആണ് നിൽക്കുന്ന ക്രിമിനൽസ് സാധാരണഗതിയിൽ. അതുകൊണ്ട് ആ മൂവ്മെന്റിനൊന്നും അധികം പ്രാധാന്യം, കാരണം പോലീസ് അന്വേഷിച്ചിട്ട് നമുക്ക് അതിനകത്ത് ഒന്നും പെനിട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നും ഒരു മെച്ചവും കിട്ടിയിട്ടില്ല. പക്ഷെ അത് ഇവന്റെ കൂടെയുള്ള ആളെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള അവന്റെ ഒരു തന്ത്രം മാത്രമായിരിക്കണം. പക്ഷേ എനിക്കൊരു ധാരണയുള്ളത് ഈ പൾസർ സുനിയെ അടുത്തെങ്ങും കിട്ടാൻ പോകുന്നില്ല എന്നുള്ളതാണ്. അത് അന്വേഷണം കുറച്ചുകൂടെ നീണ്ടുപോകും, പോലീസിനെ വളരെയധികം വിഷമിപ്പിക്കും. പോലീസിന് ഇത് പ്രൂവ് ചെയ്ത് പെനിട്രേറ്റ് വരും. പക്ഷെ ഒരു കാര്യമുണ്ട്, എന്തിനാണ് ആ വിക്ടീമ് എല്ലാ കാര്യവും മജിസ്ട്രേറ്റിന് മുമ്പിൽ കൺഫെഷൻ അവരുടെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്, 164 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അവര് ഇത്രയും അവരെ പീഡിപ്പിച്ചതിനകത്ത് കള്ളം ചേർക്കേണ്ട ഒരു കാര്യമില്ല. അവരുടെ ഓരോ വാക്കും, അവരുടെ സ്റ്റേറ്റ്മെന്റ്, അവരുടെ മൊഴിയില് ഓരോ വാക്കിനും നമുക്ക് പ്രാധാന്യം കൊടുത്തേ പോലീസിന് മുന്നോട്ട് പോകാനൊക്കെ ഉള്ളൂ. അവർക്ക് അതിനകത്ത് ഇതിൽ കൂടുതൽ കള്ളം ചേർക്കേണ്ട ഒരു ആവശ്യമില്ല. അവരുടെ ഈ പ്രതികളുടെ ഓരോരുത്തരുടെ മൂവ്മെന്റ് അവരോട് ചോദിച്ച് അവര് മനസ്സിലാക്കണം. ഈ പൾസർ സുനി തന്നെ ആണെന്ന് അവന്റെ മുഖംമൂടി മാറിയപ്പോഴാണ് കണ്ടത്, ആ വിക്ടിം കണ്ടതെന്നും കൂടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ കുട്ടിയുടെ മൊഴി കോടതി കൊടുത്തിരിക്കുന്നത് അത് സത്യസന്ധമായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു മൊഴിയാണ്. അതിന്റെ ബലത്തിൽ മാത്രമേ പോലീസിന് മുന്നോട്ട് പോകാനൊക്കെ ഉള്ളൂ. അതിനകത്തെ അർത്ഥ തലങ്ങൾ പോലീസ് കണ്ടെത്തണം. അത് കണ്ടെത്തുമെന്നാണ് പ്രതീക്ഷ. കാരണം വെറ്ററന്മാർ അതിനകത്ത് ഉണ്ട്. AB ജോർജൊക്കെ വെറ്ററനാണ്. അദ്ദേഹത്തിനൊക്കെ നല്ലതായിട്ട് അന്വേഷിക്കാൻ അറിയാം. പക്ഷെ ഈ കൊട്ടേഷൻ സംഘങ്ങളെ പെനിട്രേറ്റ് ചെയ്യാനായിട്ട് കേരള പോലീസ് ഇനി പഠിക്കേണ്ടിയിരിക്കുന്നു. അവർക്ക് മൊബൈൽ ഫോണിനകത്ത് കിട്ടിയെങ്കിൽ മാത്രമേ പ്രതികളിട്ട് പോകുന്നതായിട്ട്. എന്തിനാണ് മൊബൈൽ ഫോൺ ഇല്ലാതെ? മൊബൈൽ ഫോണിന്റെ പ്രാധാന്യം കേരളത്തിലെ കൊട്ടേഷൻ സംഘം എല്ലാവർക്കും അറിയാം. അപ്പൊ മുത്തൂറ്റിന്റെ കേസിനകത്ത് അത് ശ്രദ്ധിക്കേണ്ടതാണ്. അതിനകത്ത് സാക്ഷിയായിട്ട് വന്നവരുടെ മൊബൈൽ ഫോണെല്ലാം 4-5 ദിവസം മുമ്പേ ഓഫ്. അവരോട് ബന്ധപ്പെട്ട എല്ലാവരുടെയും ഓഫ്. കൃത്യം കഴിഞ്ഞ ശേഷം 5 ദിവസം മൊബൈൽ ഓഫ്. അപ്പൊ മൊബൈലിന്റെ പ്രാധാന്യം നല്ല കൊട്ടേഷൻകാർക്ക് അറിയാം. അതുകൊണ്ട് മൊബൈലിൽ കൂടെ കണ്ടുപിടിച്ച് ഇതിനകത്ത് പെനിട്രേറ്റ് ചെയ്യാൻ പോലെ ഒക്കില്ല. നമുക്ക് കൃത്യമായിട്ട് ആ വിക്ടിമിന്റെ മൊഴിയെ അടിസ്ഥാനമാക്കി ഓരോ ഇഞ്ച് ആയിട്ട് മുന്നോട്ട് പോകട്ടെ പോലീസ്. ഇത് ചെന്നെത്തും. അത് കൊട്ടേഷൻ സംഘം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെന്നെത്തും. ഇല്ലെങ്കിൽ പൾസർ സുനി കൊട്ടേഷൻ സംഘം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും കൊട്ടേഷൻ നല്ലൊരു കൊട്ടേഷൻ ആണ് കൊടുത്തതെങ്കിൽ പൾസർ സുനിയുടെ ജീവൻ അപകടത്തിലാണെന്ന് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും അത് തന്നെയാണ് അതിൻ്റെ ഒരു മൂവ്മെന്റ്. ഒരു പക്ഷേ സാലി, ഈ അന്വേഷണത്തിന്റെ ഇപ്പോഴത്തെ ദിശ എന്ത്? തീർച്ചയായും നമുക്ക് ഈ കിട്ടിയ ദൃശ്യങ്ങൾ, നേരത്തെ കാണിച്ച ആ ദൃശ്യങ്ങളിലേക്ക് പോയാൽ ആ നടുക്കുള്ള പാർട്ടിൽ ഒരു പക്ഷേ അയാൾ കൃത്യമായി ചാടുന്നതും അതിനുശേഷം വെയിറ്റ് ചെയ്യുന്നതും വീണ്ടും വാഹനത്തിലേക്ക് കയറുന്നതും ഒക്കെ കാണാം.
അത് പൾസർ സുനി തന്നെയാണ് എന്നുള്ളത് ഒരു പക്ഷേ പോലീസിന് അതിൻ്റെ ഫിസിക്കൽ ഇത് വെച്ചിട്ട് മനസ്സിലാക്കാനാകും. ഒരു പക്ഷേ ഈ മൊഴിയും ഇത്തരത്തിലുള്ള തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ പോലീസിന്റെ നീക്കം എവിടം വരെ എത്തി? പൾസർ സുനിയിലേക്ക് എത്താൻ ഇനി എത്ര ദൂരമുണ്ട്? പൾസർ സുനിയെ സംബന്ധിച്ച് കൃത്യമായി സ്കെച്ച് ചെയ്യാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ? പൾസർ സുനി എവിടെയാണ്? ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അനൗദ്യോഗികമായി നമ്മൾ അറിയുന്നത് എങ്ങനെ? എന്ത് സാലി? അജിംഷാദ്, ആ മതിൽ ചാടിയ ആൾ പൾസർ സുനിയാണ് എന്നുള്ളത് ദൃശ്യങ്ങളുടെ പിൻബലം മാത്രം അടിസ്ഥാനമാക്കിയല്ല പോലീസ് നിഗമനത്തിലെത്തിയത്. ഒപ്പം മണികണ്ഠന്റെ മൊഴിയും കൂടിയുണ്ട്. മണികണ്ഠനെ അവിടെ കൊണ്ടുപോയി പരിശോധിച്ചു. ആ മതിൽ തന്നെയാണ് പൾസർ സുനി ചാടിയതെന്ന് ഉറപ്പാക്കിയിട്ടുണ്ട്. അപ്പോൾ പൾസർ സുനിയാണ് ദൃശ്യങ്ങളിൽ എന്നുള്ള കാര്യത്തിൽ പോലീസിനോ അന്വേഷണ സംഘത്തിനോ ഒരു സംശയവുമില്ല. അതുകൊണ്ട് ആ ആശങ്കയ്ക്ക് വകയില്ല. ഇപ്പോൾ അന്വേഷണം എത്തി നിൽക്കുന്ന ഘട്ടം പൾസർ സുനി കേരളം വിട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് പോലീസിന്റെ നിഗമനം. അത് കോയമ്പത്തൂരിൽ നിന്ന് പൾസർ സുനിയും മണികണ്ഠനും വിജേഷും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായതിനെ തുടർന്ന് മണികണ്ഠൻ കേരളത്തിലേക്ക് പാലക്കാട് ബസ്സിൽ കയറിയത് വരെ ഉള്ള കാര്യങ്ങൾ മണികണ്ഠന് അറിയാം. അതിനനുസരിച്ച് പൾസർ സുനിയും മറ്റൊരു പ്രതിയായ വിജീഷും കോയമ്പത്തൂരിലാണ് ഉണ്ടായിരുന്നത്. വിജീഷിന്റെ കൈവശം 10,000 രൂപയുണ്ട്. ഏതാണ്ട് 3.5 പവൻ സ്വർണം പണയം വെച്ച പണമാണുള്ളത്. അതുകൊണ്ട് ഏതാണ്ട് 10,000-ലധികം രൂപ വിജീഷ് ഈ സുനിയുടെ കൈവശം ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ആ ദൂരം അയാൾ ഏത് ദിശയിൽ സഞ്ചരിച്ചു എന്നുള്ളതാണ്. അയാളുടെ കൈവശം 2 പേരുടെ കൈവശവും മൊബൈലില്ല. അതുകൊണ്ട് തന്നെ എങ്ങോട്ടാണ് ഇവരുടെ യാത്ര എന്നത് സംബന്ധിച്ച് ഒരു നിഗമനത്തിലും എത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. പോലീസ് നേരിടുന്ന പ്രതിസന്ധി അയാൾ കോയമ്പത്തൂരിൽ നിന്ന് കേരളത്തിലേക്ക് സഞ്ചരിച്ചോ അതോ തമിഴ്നാട്ടിലേക്ക് മറ്റു ഭാഗങ്ങളിലേക്ക് പോയോ എന്നുള്ളതാണ് പോലീസ് നേരിടുന്ന പ്രശ്നം. പോലീസ് ഒരു കാര്യം ഏതാണ്ട് ഉറപ്പിച്ചിട്ടുണ്ട്: കേരളത്തിൽ പൾസർ സുനി ഇപ്പോഴില്ല. അയാൾ തമിഴ്നാട്ടിലാണുള്ളത്. കോയമ്പത്തൂരിന് ചുറ്റുവട്ടത്ത് എവിടെയോ ഉണ്ട്, ഏതോ കേന്ദ്രങ്ങളിൽ ഒളിച്ചിരിക്കുന്നുണ്ട്. കാരണം പോലീസ് ഏതാണ്ടോ 5-6 സംഘങ്ങൾ അവിടെ വിവിധ കേന്ദ്രങ്ങളിലായി പരിശോധന നടത്തുന്നുണ്ട്. ഇന്നലെ കോയമ്പത്തൂരിനടുത്ത് ഉക്കടത്ത് ഉണ്ട് എന്ന സൂചന ലഭിച്ചതിനെ തുടർന്ന് ഉക്കടത്ത് ചില കേന്ദ്രങ്ങളിൽ പോലീസ് പരിശോധന നടത്തിയിരുന്നു എന്നാണ് പോലീസ് രാവിലെ നമ്മോട് പറഞ്ഞത്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഇയാൾ താമസിച്ച സ്ഥലമോ ഇയാൾ ഉണ്ടായിരുന്നു എന്ന് നിഗമനത്തിലെത്താൻ കഴിയുന്ന ഒരു സാഹചര്യവും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷേ ഒരു കാര്യം പോലീസ് ഉറപ്പിച്ച് പറയുന്നുണ്ട്: കോയമ്പത്തൂരിന് ചുറ്റുവട്ടത്തായി പൾസർ സുനിയും ബിജീഷും അവർ വേർപിരിഞ്ഞിട്ടില്ല. അവർ ഒരുമിച്ച് തന്നെയുണ്ട്. അവർ ഒരുമിച്ചാണ് സഞ്ചരിക്കുന്നതും അവരുടെ പ്ലാനിങ് എല്ലാം ഒരുമിച്ച് തന്നെയാണ്. അത് പോലീസിന് ഒരു ആശ്വാസകരമാണ്. ഏതെങ്കിലും തരത്തിൽ ഇവരെ കണ്ടെത്താൻ കഴിയും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും പോലീസ് ഉള്ളത്. പോലീസ് ഒരു പക്ഷേ ഒരല്പം വൈകിയേക്കും.